എങ്ങനെ എങ്ങനെയാൾ രക്ഷപ്പെട്ടു? ലെനിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു തിടുക്കവും പരിഭ്രമവും തിങ്ങി. ഡിവൈഎസ്പി രാജൻ പണിക്കർ ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. പിന്നെ പറഞ്ഞു, കൂടുതലൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്. നേരം പുലരുന്നതിന് മുമ്പ് ചന്ദ്രൻ പോലീസിന്റെ പിടിയിലായിരിക്കും. കോട്ടയത്തെ പോലീസ് മുഴുവൻ അവനെ തേടിക്കൊണ്ടിരിക്കുക. ഏത് വഴിയാണെങ്കിലും അവൻ മറയൂരിന് വരാനേ ശ്രമിക്കൂ. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മുഴുവൻ കർശനമായ ചെക്കിങ്ങിന് വിധേയമാക്കാൻ കോട്ടയം SP ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ആ വാക്കുകൾക്കൊന്നും ലെനിന്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരുന്ന ഭീതിയെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല. കണ്ടെയ്നർ സാബുവും ടിപ്പർ ശെൽവവും ഇരുമ്പ് കമാലും ഒക്കെ ലെനിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. മുതലാളി, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. മൂന്നാറിലോ മറയൂരിലോ ഒരിക്കലും കാൽ കുത്തില്ല ചന്ദ്രൻ. കുത്തിയാൽ കൈയും കാലും വെട്ടിയെടുത്ത് ഞങ്ങൾ കൊക്കയിലെറിയും. ഞങ്ങളുടെ ശവത്തിന് മീതെയല്ലാതെ അയാൾക്ക് മുതലാളിയെ തൊടാൻ പറ്റില്ല. എന്തോ ചിന്തിച്ചുകൊണ്ട് ലെനിൻ തലയാട്ടി. ഒരു നിമിഷം അവന്റെ മനസ്സിൽ ചന്ദ്രന്റെ മകൾ സുനന്ദയുടെ രൂപം തെളിഞ്ഞു. കൊപ്പറയ്ക്കുള്ളിലെ തിളച്ചു മറിയുന്ന പാനിയിൽ കിടന്ന് പിടയുന്ന രൂപം. പുറത്ത് കാറ്റ് വീശി. കോട്ടേജിൽ കൊളുത്തിടാതെ കിടന്ന ജനാല വലിയ ശബ്ദത്തിൽ തുറന്നടഞ്ഞു. ആ ശബ്ദം പോലും ലെനിനെ വല്ലാതെ നടുക്കി. ഇരുമ്പു കമാൽ ചെന്ന് ജനാല അടച്ചു. പുറത്തുനിന്ന് ഐസിന്റെ തണുപ്പുള്ള കാറ്റ് അയാളുടെ മുഖത്തടിച്ചു. SI ചോര ഡേവിഡ് മാത്രം ഇതൊക്കെ എത്ര നിസാരം എന്ന ഭാവത്തിൽ ഒരു പെഗുകൂടി പകർന്ന് വെള്ളമോ സോഡയോ ചേർക്കാതെ വായിലേക്ക് കമഴ്ത്തി. പിന്നെ കുതിയോടെ മുന്നിൽ നിന്നിരുന്ന യുവതിയെ നോക്കി. അവളുടെ ഉടൽ വിറകൊള്ളുന്നത് അയാൾ കണ്ടു. എങ്കിൽ പണിക്കര് സാറേ, ഞാൻ അങ്ങോട്ട് പോകുക, ലെനിൻ പറഞ്ഞു. ഞങ്ങളും കൂടെ വരാം മുതലാളി. സാബുവും കമാലും ശെൽവവും മുന്നോട്ടാഞ്ഞു. ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്ക്, ലെനിൻ നിർദ്ദേശിച്ചു. അതിന്റെ ആവശ്യമില്ല. ഇതൊന്നും എനിക്ക് പുത്തിരിയല്ല ലെനിൻ സാറ്. ഡേവിഡ് എഴുന്നേറ്റ് കൈകളൊന്ന് വീശിക്കുടഞ്ഞു. പിന്നെ നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്ത ചന്ദ്രൻ, എന്റെ കൈകൊണ്ട് തന്നെ തീരാനാ അവന്റെ വിധി. അതുകൊണ്ട് അവന്റെ കാര്യം എനിക്ക് വിട്ടേരെ. ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ലെനിൻ ഗുണ്ടകളെയും കൂട്ടി തിടുക്കത്തിൽ പുറത്തേക്ക് പോയി. ഡിവൈഎസ്പി രാജൻ പണിക്കർ മാത്രം എന്തോ മറന്നതുപോലെ മുറിയാകെ പരതിക്കൊണ്ടു നിന്നു. അവസാനം അയാളുടെ നോട്ടം ആ യുവതിയിൽ ഉടക്കി. ഡേവിഡിന് കാര്യം മനസ്സിലായി. നേർത്ത ചിരിയോടെ അയാൾ അറിയിച്ചു, പണിക്കര് സാറ് പോയാട്ടെ. നാളെയും ഇവൾ ഇവിടെ തന്നെ കാണും. ഇന്ന് എനിക്ക് അവളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പാവം, ഇന്ന് കാല് തളരുന്നുണ്ടാവും. ഇനി ഇത്തിരി നേരം ഇവളൊന്ന് വിശ്രമിക്കട്ടെ. രാജൻ പണിക്കർക്ക് ആ സംസാരം ഒട്ടും പിടിച്ചില്ല. എങ്കിലും ഒന്നും പറഞ്ഞതുമില്ല. കാരണം ലെനിന്റെ നിർദ്ദേശാനുസരണം ഡേവിഡിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ സെറ്റപ്പാണിത്. രോഷം കടിച്ചമർത്തി തറ ചവിട്ടി കുലുക്കും പോലെ രാജൻ പണിക്കർ വാതിൽക്കിലേക്ക് നടന്നു. സാറേ, ഒന്ന് നിന്നേ, പിന്നിൽ നിന്ന് ഡേവിഡ് വിളിച്ചു. പണിക്കർ തിരിഞ്ഞു നോക്കി. ഡേവിഡ് അറ്റൻഷനായി നിന്ന് ഒരു സല്യൂട്ട് കൊടുത്തു. സർ, ഗുഡ് നൈറ്റ്. രാജൻ പണിക്കർ മുഖം വെട്ടിത്തിരിച്ച് വാതിൽ വലിച്ചു തുറന്നു. ഐസിന്റെ തണുപ്പുള്ള വായു അകത്തേക്ക് അടിച്ചു കയറി. പണിക്കർ ചെന്ന് ജീപ്പിൽ കയറി. ഇരമ്പലോടെ അത് അകന്നു പോയപ്പോൾ ഒന്ന് ചൂളം വിളിച്ചുകൊണ്ട് ഡേവിഡ് വാതിലടച്ച് ബോൾട്ടിട്ടു. പിന്നെ യുവതിയുടെ അടുത്തേക്ക് വന്നു. അവൾ പേടിയോടെ തല കുനിച്ച് നിൽക്കുകയാണ്. അയാൾ അവളുടെ തോളിൽ കൈവച്ചു. തീപ്പൊള്ളലേറ്റതുപോലെ അവൾ കിടുങ്ങിപ്പോയി. അയാളുടെ കൈയുടെ ഭാരം കൊണ്ടെന്ന വണ്ണം അവൾ അല്പം കുനിഞ്ഞു പോവുകയും ചെയ്തു. ഡേവിഡ് അവളുടെ താടി പിടിച്ചുയർത്തി. നിന്റെ പേര് പറഞ്ഞില്ല. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവളുടെ മുഖത്തടിച്ചു. സർ, ഞാനൊരു പാവമാ, അവൾ വിതുമ്പി. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും പാവമാ കൊച്ചേ. അതുപോട്ടെ, പേര് പറ. നന്ദിനി. അവളുടെ ശബ്ദം ചിലമ്പി. കൊള്ളാം, നല്ല പേര്. അയാൾ അവളെ ബലമായി പിടിച്ച് കട്ടിലിരുത്തി. ചോദിക്കട്ടെ വിശേഷങ്ങൾ. അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ ഡേവിഡ് വിട്ടില്ല. നോക്കൂ, വിളച്ചിലെടുക്കരുത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവൾ കരയാൻ തുടങ്ങി. സർ, എന്നെ നശിപ്പിക്കരുത്. നാശം! അങ്ങനെയൊക്കെയുള്ള വിചാരം ഉണ്ടായിരുന്നേ നീ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോരുമായിരുന്നടി. സർ, അത് പിന്നെ സാർ എൻ്റെ കഥയൊന്ന് കേൾക്കണം, അവൾ യാചിച്ചു. കഥ കേൾക്കാനോ? അതും ഈ കൊടും തണുപ്പത്ത്? ഡേവിഡ് അല്പം ഉച്ചത്തിൽ ചിരിച്ചു. അതിനൊന്നും എനിക്ക് നേരമില്ല കൊച്ചെ. പറഞ്ഞതും അയാൾ അവളെ കെട്ടിപ്പിടിച്ച് ആ കവിളത്ത് ചുണ്ടമർത്തി. നന്ദിനി ശ്വാസം മുട്ടി പിടഞ്ഞ് കുതറി. സാറ്, വേണ്ട. വേണമെന്ന് ഞാൻ തീരുമാനിച്ചു പോയടി. അയാൾ ഒന്നുകൂടി അവളെ തൻ്റെ കരങ്ങൾക്കുള്ളിൽ ഒതുക്കി.
പിന്നെ ഒരു കൈകൊണ്ട് ഷർട്ടിന്റെ കുടുക്കുകൾ എടുത്തു. അയാളുടെ വിരിഞ്ഞ നെഞ്ചിലെ രോമക്കാടുകൾക്കിടയിൽ ഒരു കനത്ത സ്വർണ്ണമാല പാമ്പിനെ പോലെ പുളഞ്ഞുകിടന്നു. അയാൾ അവളുടെ ചുരിദാറിന്റെ കുടുക്കിൽ കൈവച്ചു. ആ ക്ഷണം കലി തുള്ളുന്നത് പോലെ അവൾ അയാളെ തള്ളി മാറ്റി ചാടി എഴുന്നേറ്റു. രക്ഷിക്കണേ! ഒരലർച്ച. ഡേവിഡിന് പെരുത്തു കയറി. അയാൾ കുതിച്ചുയർന്നു. മുന്നോട്ടാഞ്ഞ നന്ദിനിയുടെ മുടിയിൽ പിന്നിൽ നിന്ന് പിടിച്ച് വലിച്ച് തിരിച്ചു. അടുത്ത നിമിഷം കൈവീശി ഒറ്റയടി. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ അവൾ ഒന്ന് വട്ടം കറങ്ങി. ചുണ്ടിൽ നിന്ന് ഒരു തുള്ളി ചോരയിട്ടു. ബോധം ക്ഷയിക്കുന്നത് പോലെ അവൾ കിടക്കയിലേക്ക് വീണു. പല്ലു ഞെരിച്ചുകൊണ്ട് ഡേവിഡ് കൈ ചൂണ്ടി. കഴിവേറി മോളെ, ഇനി അഹങ്കാരം കാണിച്ചാ ഇമ്മോറൽ ട്രാഫിക്കിന്റെ പേരിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ലോക്കപ്പിലാക്കും. പിന്നെ പത്രത്തിൽ ഫോട്ടോ വരും. നിന്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അത് കാണും. നിന്നെ റെസ്ക്യൂ ഹോമിലേക്ക് അയക്കുകയും ചെയ്യും. അത് വേണോടി? ചലനം നിലച്ച അവസ്ഥയിലായി പോയി നന്ദിനി. പത്രത്തിൽ ഫോട്ടോയും വാർത്തയും വന്നാൽ പകുതി കിടക്കയിലും ബാക്കി തറയിലും എന്ന രൂപത്തിലായിരുന്നു നന്ദിനിയുടെ കിടപ്പ്. യാതൊരു തിടുക്കവും കൂടാതെ അയാൾ അവളുടെ കാലുകൾ ഉയർത്തി കിടക്കയിലേക്കിട്ടു. അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ഡേവിഡിന്റെ മുഖത്ത് വിജയിച്ചവന്റെ ഒരു ചിരിയുണ്ടായി. അയാൾ സ്കോച്ചിന്റെ കുപ്പി ഉയർത്തി ഒരു കവിൾ കൂടി കുടിച്ചു. പിന്നെ കിടക്കയിലേക്കിരുന്നു. അടുത്ത നിമിഷം ആരോ വാതിലിൽ തട്ടി. ഡേവിഡ് രോഷത്തോടെ മുഖം തിരിച്ചലറി. ആരാടാ അത്? ഞാനാ ഡേവിഡ്, രാജൻ പണിക്കർ. പുറത്തു നിന്നും കാറ്റിനൊപ്പം അവ്യക്തമായ ശബ്ദം കേട്ടു. നാശം, ഇങ്ങർക്ക് വേറെ പണിയൊന്നുമില്ലേ? പെറുപുറത്തുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് വാതിലിന്റെ കൊളുത്തെടുത്തു. എന്തിനാ സാറേ മടങ്ങി വന്നത്? മുന്നിൽ നിൽക്കുന്ന ആളിനെ കാണുന്നതിനു മുമ്പാണ് തിരക്കിയത്. മറുപടിയായി പുറത്തു നിന്നൊരു മുഷ്ടി ചീറി വീണു. അത് കൃത്യം ഡേവിഡിന്റെ മൂക്കിനും മേൽചുണ്ടിനും മീതെ പതിഞ്ഞു. ആ! അവ്യക്തമായ ഒരു വിലാപത്തോടെ ഡേവിഡ് പിന്നോട്ട് വേച്ചു. പുറത്തു നിന്നിരുന്ന ആൾ അകത്തേക്ക് കയറി വാതിലടച്ച് അതിൽ ചാരി നിന്നു. ഡേവിഡ് രോഷത്തോടെ മുന്നോട്ട് കുതിച്ചു. അടുത്ത നിമിഷം ഒരു റിവോൾവർ അയാളുടെ നെറ്റിയിൽ മുട്ടി. ഡേവിഡ് ഒരു ഗ്ലാസ് ഭിത്തിയിൽ മുഖമിടിച്ചതുപോലെ നിന്നുപോയി. അതിനിടെ മുന്നിലെ തീ പിടിച്ച മുഖം അയാൾ കണ്ടു. CI ആന്റണി. എന്തോ പറയാനായി ഡേവിഡ് വായ തുറന്നതാണ്. പക്ഷേ അത് അടയ്ക്കാൻ പോലും അയാൾക്കായില്ല. ആന്റണിയുടെ കണ്ണുകൾ മുറിയാകെ ഒന്ന് വട്ടം ചുറ്റി. അവസാനം അത് നന്ദിനിയിൽ തറഞ്ഞു. അവൾ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു കഴിഞ്ഞിരുന്നു. ആന്റണി പുച്ഛത്തോടെ ഡേവിഡിനോട് തിരക്കി. ചാർജ് എടുത്ത അന്ന് തന്നെ നീ നിന്റെ സ്വഭാവം പുറത്തെടുത്തു അല്ലേ ഡേവിഡെ? ഇതൊക്കെ ചോദിക്കാൻ സാറാരാ? സസ്പെൻഷനിൽ കഴിയുന്ന സാറിന് എന്റെ കാര്യത്തിൽ ഇടപെടാൻ എന്തധികാരം? നിമിഷത്തിനുള്ളിൽ ഡേവിഡും തന്റെ വീര്യം വീണ്ടെടുത്തു കഴിഞ്ഞിരുന്നു. അധികാരം അതിപ്പോ കാണണോ നിനക്ക്? ആന്റണി റിവോൾവർ ഒന്നുകൂടി ഡേവിഡിന്റെ നെറ്റിയിൽ കുത്തി അമർത്തി. എന്റെ സർവീസ് റിവോൾവറിന് നിന്റെ നെറ്റിയിൽ ഒരു തുള വീഴ്ത്താൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് എന്റെ അധികാരം. ഇടങ്കൈ ഡേവിഡിന്റെ നെഞ്ചിൽ കുത്തി ആന്റണി പിന്നോട്ട് തള്ളി. പിന്നെ നിനക്കൊക്കെ ശമ്പളം തരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന് പോലുമുണ്ട് നിന്റെ ഈ തെമ്മാടിത്തത്തിന്മേൽ അധികാരം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം. മനസ്സിലായോടാ? സർ, ഡേവിഡ് വീറോടെ പറഞ്ഞു. എന്നേക്കാൾ ഒരു റാങ്ക് കൂടുതലേ ഉള്ളൂ സാറിന്. പക്ഷേ അതൊന്നും ഞാൻ നോക്കത്തില്ല. നോക്കിയ ചരിത്രമൊന്നും എനിക്കില്ലതാനും. മേലുദ്യോഗസ്ഥന്മാരെ തല്ലിയതിന്റെ ചീത്തപ്പേര് എനിക്ക് ഒത്തിരിയുണ്ട്. ആന്റണി ഒന്ന് ചിരിച്ചു. നീ തല്ലിയിട്ടുള്ള മേലുദ്യോഗസ്ഥന്മാരെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഡേവിഡെ. പെണ്ണുമ്പിള്ളയുടെ അടിപ്പാവടയും അമ്മായപ്പന്റെ അണ്ടർവെയറും കഴുകി ശീലിച്ചിട്ടുള്ളവരാ അവരൊക്കെ. മുക്കാൽ ചക്രത്തിന്റെ ഗുണ്ടകളെയും രാഷ്ട്രീയക്കാരെയും പൂവിട്ട് പൂജിക്കുന്നവര്. അക്കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ, ഞാൻ ആള് വേറെയാ. ഡേവിഡ് പകയോടെ ആന്റണിയെ നോക്കി നിന്നു. മൂക്കിൽ നിന്നൊരു നനവ് മീശയിലേക്ക് പടരുന്നത് ഡേവിഡ് അറിഞ്ഞു. അയാൾ തടവി നോക്കി. കൈവെള്ളയിൽ കട്ട ചോര. ഇപ്പോ ഞാൻ ഇതുകൊണ്ട് നിർത്തുക. കൂടുതലൊന്നും നീ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഡേവിഡെ. അയാൾ പോക്കറ്റിൽ നിന്നും സെൽഫോൺ എടുത്തു കാണിച്ചു. മീഡിയക്കാരുടെ നമ്പർ ഡയൽ ചെയ്ത് വച്ചിരിക്കുക. ഇനി കോളിംഗ് ബട്ടൺ ഒന്ന് അമർത്തിയാ മതി. അത് വേണോ? ഡേവിഡിന്റെ മുഖം കുനിഞ്ഞു. കഴിച്ച മദ്യം അത്രയും ആവിയായി പോയത് അയാൾ അറിഞ്ഞു. കനത്ത തണുപ്പിലും ഡേവിഡ് വിയർത്തു തുടങ്ങി. ആന്റണി നന്ദിനിയെ നോക്കി. നിന്നെ ബലമായിട്ട് കൊണ്ടുവന്നതാണോടി ഇവിടെ? കണ്ണീരോടെ അവൾ തലയാട്ടി. എവിടെയാ നിന്റെ വീട്? മുഹമ്മയിൽ. വാ, നിന്നെ നാട്ടിലെത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവൾ ഓടി വന്ന് ആന്റണിയുടെ പിന്നിൽ ഒളിച്ചു. ഡേവിഡേ,
ഞാൻ ഇവളെ കൊണ്ടുപോകുക. ആന്റണി റിവോൾവർ പാൻസിന്റെ കീശയിൽ തിരുകി. അയാൾ അവളെയും കൂട്ടി മുറി വിട്ടിറങ്ങുമ്പോഴും നിശ്ചലം നിൽക്കുകയായിരുന്നു ഡേവിഡ്. പിറ്റേന്ന് രാവിലെ 9 മണി. മറയൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ബൊലേറോ വന്ന് ബ്രേക്കിട്ട് നിന്നു. ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് SI ഡേവിഡ് ഇറങ്ങി. കാക്കി പാൻസും വെള്ള ടീഷർട്ടും വേഷം. അതുകൊണ്ട് ദേവസി അടുത്തു നിന്നിരുന്ന പോലീസുകാരനോട് പറഞ്ഞു, ആഗസ്റ്റ് 15-നും ജനുവരി 26-നുമേ ഡേവിഡ് സാറ് കാക്കി ഉടുപ്പ് എടുത്തുള്ളെന്ന ഡിപ്പാർട്ട്മെന്റിൽ പരക്കെയുള്ള സംസാരം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സെൽഫോൺ ഉപയോഗിക്കരുതെന്നാണ് നിയമമെങ്കിലും എപ്പോഴും അത് തെറ്റിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡേവിഡ് സാറാ. ഒന്ന് പതുക്കെ, പോലീസുകാരൻ ഒച്ച താഴ്ത്തി. ദേവസി തുടർന്നു, ഡേവിഡ് സാറ് വണ്ടി സ്റ്റാർട്ട് ചെയ്താലുടൻ ഫോൺ കാതിൽ വെക്കും. പിന്നെ ഒറ്റക്കൈ കൊണ്ടാ ഡ്രൈവിംഗ്. അപ്പോഴേക്കും SI അവർക്കരികിൽ എത്തിയിരുന്നു. അവർ അറ്റൻഷനായി. ഡേവിഡ് അവരെ സൂക്ഷിച്ചെന്ന് നോക്കി. എന്താടോ, രാവിലെ എന്നെക്കുറിച്ചാണോ പറയുന്നത്? അയ്യോ അല്ല സർ, ദേവസി പറഞ്ഞു. കനത്ത ഒരു മൂളലോടെ അയാൾ അകത്തേക്ക് നടക്കുമ്പോൾ ദേവസി മടിച്ചു മടിച്ചു തിരക്കി. സാറിന്റെ മൂക്കിന് എന്തു പറ്റി? ഡേവിഡ് ഒന്ന് വിളറി. എങ്കിലും അത് പെട്ടെന്ന് മറച്ചു. എന്താ? അല്ല, മൂക്കും മേൽച്ചോണ്ടും നീര് വന്ന് വീർത്തതുപോലെ. അതോ വണ്ടി ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോ സ്റ്റിയറിംഗ് വീൽ ഇടിച്ചതാ. അത് പോട്ടെ, 4-5 പേര് ജീപ്പിൽ കയറ്, നമുക്ക് ഒരിടം വരെ പോകണം. 5 പേർ പെട്ടെന്ന് ജീപ്പിൽ കയറി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡേവിഡും വന്ന് കയറി. കാന്തല്ലൂർക്ക്, അയാൾ ഡ്രൈവറെ നോക്കി പറഞ്ഞു. ജീപ്പ് പോലീസ് സ്റ്റേഷന്റെ വലതുഭാഗത്തുള്ള റോഡിലൂടെ നീങ്ങി. ഇടയ്ക്ക് ഡേവിഡ് പിന്നോട്ട് തിരിഞ്ഞു നോക്കി. ആ ശിവജിയുടെ വീട് അറിയാമോ? അറിയാം സർ, ദേവസിയാണ് പറഞ്ഞത്. അവിടേക്ക് പോകണം. അവന്റെ തള്ളയും പെങ്ങളും ശർക്കര ഉണ്ടാക്കുന്ന കരിമ്പിൻ തോട്ടത്തിലേക്ക്. സർ. 10 മിനിറ്റ് കൊണ്ട് ജീപ്പ് ശർക്കര ഷെഡിന് താഴെയുള്ള റോഡിൽ നിന്നു. SIയും പിന്നാലെ പോലീസുകാരും ഇറങ്ങി. ഡേവിഡ് ചുറ്റും നോക്കി. റോഡിന്റെ ഓരം ചേർന്ന് ഒരു ട്രാക്ടർ കിടപ്പുണ്ടായിരുന്നു. ശർക്കര ഷെഡിൽ നിന്നും നേരിയ പുക ഉയരുന്നു. കരിമ്പ് ചതിക്കുന്ന യന്ത്രത്തിന്റെ മോട്ടോർ പ്രവർത്തിക്കുന്ന ശബ്ദം. വാ. SI തോട്ടത്തിലേക്ക് കയറി. പിന്നാലെ പോലീസുകാരും. ദുർഗേച്ചി, പോലീസ്. ചെല്ലനാണ് അവരെ ആദ്യം കണ്ടത്. അത് കേട്ട് ദുർഗയും മീനാക്ഷിയമ്മയും ഷെഡിന് പുറത്തേക്ക് വന്നു. കരിമ്പ് വെട്ടിയെടുക്കുകയായിരുന്ന തമിഴന്മാരും അവർക്കരികിൽ നിന്നിരുന്ന അവറാച്ചനും തിരിഞ്ഞു നോക്കി. ഡേവിഡ് ഷെഡിനരികിൽ എത്തിയിരുന്നു. ദുർഗയെ കണ്ടതേ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം വന്നു. അയാൾ ഷെഡിനുള്ളിലേക്ക് ഒന്ന് എത്തി നോക്കി. കൊപ്പറയിൽ കരിമ്പിൻ നീര് തിളയ്ക്കാറായിരുന്നു. അടിയിൽ തീയാളി പിടിക്കുന്ന കരിമ്പിൻ ചണ്ടി. നിങ്ങളാണോ ഇവിടെ ജോലി ചെയ്യുന്നത്? ചോദ്യം മീനാക്ഷിയോട്. ആണ് സാറേ. ശിവജിയുടെ തള്ളയാണോ നിങ്ങള്? അതെ, മറുപടി നൽകിയത് ദുർഗ. ഡേവിഡ് അവൾക്ക് നേരെ തിരിഞ്ഞു. നിന്നോട് ചോദിച്ചില്ല, ചോദിക്കുമ്പോൾ മാത്രം മറുപടി, മനസ്സിലായോ? ദുർഗ വിളറിപ്പോയി. എങ്കിലും തലയാട്ടി. ആ, അയാൾ വീണ്ടും മീനാക്ഷി അമ്മയോട് പറഞ്ഞു. പക്ഷേ നിങ്ങളിവിടെ ശർക്കര പിടിക്കുന്നത് തോട്ടമുടമയുടെ അനുവാദമില്ലാതെയാണെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. അയ്യോ അങ്ങനല്ല സാറേ, മീനാക്ഷി അമ്മ ഭയത്തോടെ അറിയിച്ചു. പിന്നെ എങ്ങനാ? ആ നിൽക്കുന്ന അവറാച്ചനാ തോട്ടം വാടകയ്ക്ക് പിടിച്ചിരിക്കുന്നത്. അയാളുടെ പണിക്കാരായിട്ടാ ഞങ്ങൾ കൂടിയത്. SI മീശത്തുമ്പിൽ ഒന്ന് തടവി. അവറാച്ചനാരാ? ഞാനാ സാറേ. അയാൾ വേഗം SIക്ക് മുന്നിലെത്തി. നീ തോട്ടം വാടകയ്ക്ക് എടുത്താണോ? അതെ സർ. കള്ളം പറയുന്നോടാ റാസ്കൽ. ഡേവിഡ് കൈവീശി അയാളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. സത്യമാ സാറേ ഞാൻ പറഞ്ഞത്. അവറാച്ചൻ കവിൾ പൊത്തിപ്പിടിച്ചു. നീ വാങ്ങിച്ച പണം ഉടമ തിരിച്ചു തന്നില്ലേ? തന്നു, പക്ഷേ. ഒരു പക്ഷേയുമില്ല. ഇപ്പോ ഈ നിമിഷം സകലതും നിർത്തിക്കോണം. സാറ് ഇങ്ങനെ പറഞ്ഞ പിന്നെ എങ്ങനെ പറയണമെടാ? ഡേവിഡ് മുന്നോട്ടാഞ്ഞ് അവറാച്ചന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. പറയണത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ സ്ഥാനം പിന്നെ ലോക്കപ്പ് ജയിലുമാ. അവറാച്ചനും മിണ്ടാനായില്ല. അയാളെ പിന്നോട്ട് തള്ളിയിട്ട് ഡേവിഡ് വെട്ടിത്തിരിഞ്ഞു. പിന്നെ പോലീസുകാരോട് കൽപ്പിച്ചു. ഈ കിടക്കുന്ന ചണ്ടിയും കരിമ്പോലയും ഒക്കെ വാരി ഷെഡിലേക്കിട്, എന്നിട്ടതിന് തീയിട്. മീനാക്ഷി അമ്മയും ദുർഗയും കിടുങ്ങിപ്പോയി. എന്താ അതിക്രമമ്മ സാറി പറയുന്നത്? ദുർഗയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഓഹോ, മിണ്ടരുതെന്ന് പറഞ്ഞിട്ടും നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണ് അല്ലേടി?
ഡേവിഡ് ഇടം കൈ നീട്ടി അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. സാറേ, മീനാക്ഷി അമ്മ വിലപിച്ചു. ആ ക്ഷണം ഒരു കൈ ഡേവിഡിന്റെ തോളത്തമർന്നു. വിട് സാറേ അവളെ. ഒരു കനത്ത ശബ്ദം. ഡേവിഡ് തലതിരിച്ച് തന്റെ തോളിലിരിക്കുന്ന കൈയിലേക്കും ആ മനുഷ്യന്റെ മുഖത്തേക്കും നോക്കി. ശിവജി. എടാ! കരിമ്പൻതോട്ടത്തെയും മലയിടുക്കുകളെയും വിറപ്പിച്ചുകൊണ്ട് SI ചോര ഡേവിഡിന്റെ ശബ്ദമുയർന്നു. എടുക്കടോ കൈ! കത്തുന്ന മുഖത്ത് നേർത്ത് ചിരിവരുത്തി ശിവജി അപ്പോഴും നിശ്ചലം നിന്നു. പിന്നെ അവൻ ഡേവിഡിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആദ്യം സാർ എൻ്റെ പെങ്ങടെ ശരീരത്തിൽ നിന്ന് കൈവിട്ടാട്ടെ. അതിനുശേഷം എൻ്റെ കൈ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ആ വാക്കുകളിൽ ഡേവിഡിന് അപകടം മണത്തു. അയാൾ പോലീസുകാരെ നോക്കി. പതർച്ചയോടെ നിൽക്കുകയായിരുന്നു അവരും. തങ്ങൾ വന്ന സമയത്ത് ശിവജി ഇവിടെ ഉണ്ടായിരുന്നില്ല. സെക്കൻഡുകൾക്കുള്ളിൽ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നത് പോലെ എവിടെ നിന്ന് വന്നു ഇവൻ? അതാണ് സകലരെയും അത്ഭുതപ്പെടുത്തിയത്. എന്താടാ, നിന്റെ പെങ്ങളെ വിട്ടിട്ടില്ലെങ്കിൽ നീ എൻ്റെ തോളിൽ നിന്ന് കൈയെടുക്കത്തില്ലേ? ഭീഷണി പോലെയായിരുന്നു ഡേവിഡിന്റെ ചോദ്യം. ഇല്ല, എന്നു മാത്രമല്ല, വൈകിയാൽ നിങ്ങളുടെ കൈ എനിക്ക് വിടുവിക്കേണ്ടി വരും. ഇടം കൈ കൊണ്ട് ശിവജി മീശയിലൊന്ന് തടവി. ഡേവിഡ് പോലീസുകാരെ നോക്കി ഗർജിച്ചു. കാഴ്ച കണ്ടോണ്ട് നിൽക്കാതെ പിടിച്ചു മാറ്റണടാ ഈ കഴിവേറിയെ. പക്ഷേ ശിവജിയെ രൂക്ഷമായി ഒന്ന് നോക്കിയതോടെ പോലീസുകാർ പതറി. താടിയിലും കവിളിലെ മാംസവും തകർന്നു പോകുന്ന വേദനയിൽ ദുർഗ നിന്ന് പുളഞ്ഞു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തൂവി. വേദന അസഹ്യമായപ്പോൾ അവളും ഡേവിഡിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. ചെല്ലൻ ഭീതിയോടെ ഷെഡിന് പിന്നിലേക്ക് ഓടി. അവറാച്ചന്റെ പടിക്കാരായ തമിഴർ വേണ്ടി വന്നാൽ ഒരു ഏറ്റുമുട്ടലിന് തന്നെ തയ്യാറെടുത്തു. അവർ മുന്നോട്ടടുത്തു. കരിമ്പ് വെട്ടുന്ന തിരുപ്പാച്ചി ആകൃതിയിലുള്ള കത്തികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ശിവജി! വേദനയും കോപവും നിറഞ്ഞ ശബ്ദത്തിൽ മീനാക്ഷി അമ്മ വിളിച്ചു. എന്റെ കുഞ്ഞിനെ ഇയാൾ നോവിക്കുന്നത് കാണുന്നില്ലേടാ നീ? ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു അടങ്ങി നിന്നിരുന്ന ശിവജിയെ ഉണർത്താൻ. തെമ്മാടിത്തരം ആര് കാണിച്ചാലും ഒറ്റ മറുപടിയുള്ളൂ സാറേ ശിവജിക്ക്. പറഞ്ഞതും അവൻ ഡേവിഡിന്റെ തോളിൽ പിടിച്ച് ഒറ്റ തിരിക്കൽ. പിന്നെ കൈ ചുരുട്ടി താടിയലിൽ ഒറ്റയിടി. തലേന്ന് രാത്രി CI ആന്റണി ഇടിച്ചതിന് തൊട്ടടുത്ത് തന്നെ അത് കൊണ്ടപ്പോൾ ഡേവിഡ് നിലവിളിച്ചു പോയി. അയ്യോ! ഒപ്പം ദുർഗയുടെ കവിളിൽ നിന്ന് അയാളുടെ കൈ അയഞ്ഞു. പെട്ടെന്ന് ആ കൈ തട്ടി മാറ്റിയിട്ട് അവൾ അമ്മയുടെ പിന്നിലേക്ക് മാറി. പിന്നെ കവിളിൽ അമർത്തി തടവി. ശിവജി സ്വയം മറക്കുകയായിരുന്നു. നീ എന്നെ ഇടിച്ചു അല്ലേടാ? മുറിവേറ്റ വന്യമൃഗത്തെ പോലെ ഡേവിഡ് അവന് നേരെ കുതിച്ചു. പക്ഷേ ശിവജി കാലുയർത്തി ഒറ്റ ചവിട്ട് അയാളുടെ നെഞ്ചിൽ. പിന്നോട്ട് മറിഞ്ഞ ഡേവിഡ് ചെന്ന് വീണത് കരിമ്പിൻ ചണ്ടിക്ക് മീതെ. അവിടെ നിന്ന് ഉരുണ്ടുപോയ അയാൾ അവറാച്ചന്റെ കാൽ കീഴിലെത്തി. പോലീസുകാർ മുന്നോട്ടാഞ്ഞു. പക്ഷേ തമിഴന്മാർ അവർക്ക് മുന്നിൽ ഒരു കോട്ട പോലെ നിരന്നു. ഒറ്റ പോലീസുകാരനെ മുന്നോട്ട് വിടരുതടാ, അവറാച്ചൻ തന്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകി. തമിഴരുടെ കയ്യിലിരിക്കുന്ന കത്തികളുടെ വായ്ത്തല വെള്ളി പോലെ തിളങ്ങി. അതിലേക്ക് നോക്കിയപ്പോൾ പോലീസുകാരുടെ ചോര മരവിച്ചു. കരിമ്പിൻ ചണ്ടി വാരി എറിഞ്ഞുകൊണ്ട് വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറുന്നത് പോലെ ഡേവിഡ് നിവർന്നു. നായിന്റെ മോനെ, SIയുടെ മേലാണ് നീ കൈവച്ചത്. ഇതിനുള്ള കൂലി എന്താണെന്ന് നിനക്കറിയത്തില്ല. കോപ്പ്! ശിവജി കൈ ചൂണ്ടി. ഇനി ഇവിടെ തെമ്മാടിത്തരം കാണിച്ചാ വീണ്ടും താൻ വാങ്ങിക്കും. വേണ്ടി വന്നാ ഈ കൊപ്രക്കിടയിലിട്ട് തന്നെ ഞാൻ കത്തിക്കും. ശിവജി ഷർട്ടിന്റെ കൈകൾ തീർത്തു കയറ്റി. ആര് പറഞ്ഞിട്ടാണെങ്കിലും തന്റെ ഈ നാടകം എനിക്ക് പുല്ല. എന്റെ അമ്മയുടെ ചോരയുള്ള ആരെങ്കിലും നീ തൊട്ട പൊന്നു ഡേവിഡ്, ഇനി നീ ആ കയ്യുമായി മടങ്ങത്തില്ല. അവന് ആവേശം മൂത്തു. പിന്നെ നീ പറഞ്ഞല്ലോ പോലീസിന്റെ മേൽ കൈവച്ചെന്ന്. ആരുടെ മേൽ? നീ പോലീസാണോ? SI ആണോ? പോലീസിന് ചേരുന്ന എന്ത് ഗുണമാടാ നിനക്കുള്ളത്? ഒരു കാക്കിക്കുപ്പായമെങ്കിലും ഉണ്ടോ? ഡേവിഡ് അടിമുടി പെരുത്തു നിന്നു. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് തനിക്ക് സഹായമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് അയാൾക്കുറപ്പായി. ശിവജിയോട് ഏറ്റുമുട്ടിയാൽ തനിക്ക് പരാജയം സംഭവിക്കുമെന്നും അയാൾക്ക് തോന്നി. കത്തുന്ന മട്ടിൽ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഡേവിഡ് പറഞ്ഞു. നീ കാതെ നുള്ളിക്കോടെ ശിവജി. കാക്കിയിട്ടുകൊണ്ട് ഞാൻ വരും നിന്നെ പൊക്കാൻ. പെങ്ങടെ ദേഹത്തൊന്ന് കൈവച്ചപ്പോ നിനക്ക് പൊള്ളിയെങ്കിൽ നോക്കിക്കോടാ, നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അവളുടെ മാനത്തിന് വില പറയും. അന്ന് നിന്റെ കണ്ണിൽ നിന്ന് ചോര ഒഴുകിയിറങ്ങുന്നത് ഞാൻ കാണും.
ഡേവിഡ് വെട്ടിത്തിരിഞ്ഞു. അയാളുടെ കാൽ കീഴിൽ കരിമ്പോലയും ചണ്ടിയും ഞെരിഞ്ഞമർന്നു. പോലീസുകാരെ പോലും ശ്രദ്ധിക്കാതെ അയാൾ റോഡിലേക്ക് പാഞ്ഞു. സാറെന്ന് നിന്നേ, ഇതും കൂടി കേട്ടിട്ട് പോ, പിന്നിൽ നിന്നും ശിവജി വിളിച്ചു പറഞ്ഞു. പക്ഷേ ഡേവിഡ് നിന്നില്ല. പോലീസുകാരും ശിവജിയെ ഒന്ന് നോക്കിയിട്ട് എസ്ഐയുടെ പിന്നാലെ പോയി. പക്ഷേ അവർ ചെല്ലും മുമ്പ് ഡേവിഡ് ജീപ്പിൽ കയറി. വേഗത്തിൽ അത് പിന്നോട്ടെടുത്തപ്പോൾ പിൻഭാഗം മൺതിട്ടയിൽ വന്നു മുട്ടി. ജീപ്പ് ഒന്ന് കുലുങ്ങി. അത് ശ്രദ്ധിക്കാതെ ഡേവിഡ് ഗിയർ ലിവർ മുന്നോട്ട് തട്ടി. ജീപ്പ് വെട്ടിത്തിരിഞ്ഞ് ഇറക്കമിറങ്ങി പാഞ്ഞുപോയി. ഇനി എങ്ങനെ തിരിച്ചു പോകുമെന്നോർത്ത് പോലീസുകാർ എളിഭരായി നിന്നു. ഏട്ടാ, സങ്കടം സഹിക്കവയ്യാതെ ദുർഗ ശിവജിയുടെ തോളിലേക്ക് ചാഞ്ഞു. പെങ്ങളെ അവൻ ചേർത്ത് പിടിച്ചു. മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെയോ അമ്മയുടെ മേൽ ഒരു തുള്ളി മണ്ണ് പോലും വീഴില്ല. ഞാൻ സമ്മതിക്കില്ല. ദുർഗയുടെ ശരീരത്തിൽ നിന്ന് അപ്പോഴും വിറയൽ മാറിയിരുന്നില്ല. മെല്ലെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ശിവജി അവറാച്ചന്റെയും പണിക്കാരുടെയും നേരെ തിരിഞ്ഞു. നിങ്ങള് പണി മുടക്കണ്ട. ശർക്കര പിടിക്കണ്ടെങ്കിൽ അവൻ വരട്ടെ ലെനിൻ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അവറാച്ചനും കൂട്ടരും ജോലി തുടർന്നു. ചെല്ലൻ മെല്ലെ ഷെഡിന് മുന്നിലേക്ക് വന്നു. നോക്കി നിൽക്കാതെ ചണ്ടി വാരി അടുപ്പിലിടറാ, ശിവജി അവനോട് പറഞ്ഞു. അതോടെ അവനും ജോലി തുടങ്ങി. മീനാക്ഷിയമ്മ മാത്രം എന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ കുത്തിയിരുന്നു. മടങ്ങിപ്പോകാൻ മാർഗമില്ലാതെ റോഡിൽ നിന്നിരുന്ന പോലീസുകാർക്കരികിലേക്ക് ശിവജി ചെന്നു. നിങ്ങളുടെ എസ് ഐക്ക് ഇത് എന്തോന്നിന്റെ സൂക്കേടാ സാറേ, വെറുതെ കയറി വഴക്കിന് വരരുത്. അങ്ങേർക്ക് മൂലക്കുരുവിന്റെ അസുഖമുണ്ടോ? മറ്റു പോലീസുകാർ ദേഷ്യത്തോടെ അവനെ നോക്കിയെങ്കിലും ദേവസിക്ക് ചിരി വന്നു. അയാൾ പറഞ്ഞു, മൂർഖൻ പാമ്പിനെയാ ശിവജി നോയിച്ചു വിട്ടിരിക്കുന്നത്, അത് മറക്കണ്ട. മൂർഖൻ പാമ്പോ? അയാളോ? ശിവജി തലമുടി പിന്നോട്ടൊതുക്കി വെച്ചു. അയാള് വെറും നീർക്കോലിയാ സാറേ, കടിച്ചാൽ അത്താഴം പോലും മുടക്കാത്ത നീർക്കോലി. കയറ്റം കയറി ഒരു ക്വാളീസ് വരുന്നുണ്ടായിരുന്നു. അവർക്കരികിൽ വന്ന് അത് നിന്നു. നാഭി മജീദ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ അവൻ എല്ലാവരെയും ശ്രദ്ധിച്ചു. ഏയ് ഒന്നുമില്ല, ഡേവിഡ് സാറ് എന്നോടൊരു കാര്യം പറയാൻ വന്നതാ. എന്നിട്ട് എവിടെ? അവൻ ഡോർ തുറന്ന് ഇറങ്ങാനാഞ്ഞു. നീ ഇറങ്ങാൻ വരട്ടെ, ഡേവിഡ് സാറിന് വയറുവേദന വന്നതുകൊണ്ട് പെട്ടെന്ന് പോയി. ഈ പോലീസ് സാറന്മാരെ നീ സ്റ്റേഷൻ വരെ ആക്കിയിട്ട് പോരെ, കാശൊന്നും വാങ്ങിക്കണ്ട കേട്ടോ. ശിവജി പോലീസുകാരെ നോക്കി. സാറന്മാർ കയറിയാട്ടെ. ഒന്നും അടിച്ചെങ്കിലും അവർ കയറി. മജീദ് ക്വാളീസ് തിരിച്ചുവിട്ടു. ദേവസിയും മറ്റു പോലീസുകാരും സ്റ്റേഷനിലെത്തിയപ്പോൾ ക്യാബിന്റെ ഹാഫ് ഡോർ വലിച്ചു തുറന്ന് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പുറത്തേക്ക് വരികയായിരുന്നു എസ് ഐ ഡേവിഡ്. യൂണിഫോമിലായിരുന്നു അയാളപ്പോൾ. അരയിലെ തുകലുറയിൽ നിന്ന് റിവോൾവർ വലിച്ചെടുത്ത് അതിൽ ബുള്ളറ്റുകൾ നിറച്ചിട്ടുണ്ടെന്ന് ഒരു വട്ടം കൂടി നോക്കി അയാൾ ഉറപ്പുവരുത്തി. പോലീസുകാർ മടങ്ങിയെത്തിയത് കണ്ടപ്പോൾ കലി വന്നു ഡേവിഡിന്. എന്താ ഇങ്ങ് പോന്നത്? അവിടെ അങ്ങ് കൂടായിരുന്നില്ലേ നിനക്കൊക്കെ? ഡേവിഡിന്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. എന്നിട്ട് കരിമ്പ് വെട്ടി ആ കഴിവേറി മോന് ശർക്കര ഉണ്ടാക്കി കൊടുക്കായിരുന്നില്ലേ? പോലീസുകാരുടെ തല കുനിഞ്ഞു. നിന്റെ ഒന്നും സഹായമില്ലാതെ അവനെ പൊക്കാൻ എനിക്കറിയാം. ഞാൻ കാക്കിയിട്ട് ചെല്ലാത്തതല്ലേ അവന്റെ പെരുപ്പിന് കാരണം. ചെന്നേക്കാം. ഡേവിഡ് പോലീസുകാരെ കടന്ന് തന്റെ ബൊലോറയ്ക്ക് നേരെ ചൂടുകൾ വെച്ചു. സർ. ദേവസി പിന്നാലെ ചെന്നു. പോകുന്നതിന് മുമ്പ് സാർ ഒന്നുകൂടി ചിന്തിക്കണമെന്ന എന്റെ അഭിപ്രായം. ശിവജി ചില്ലറക്കാരനല്ല. കാന്തല്ലൂരെ ജനങ്ങൾ മുഴുവൻ അവന്റെ കൂടെയായപ്പോൾ. അതുകൊണ്ട് ഡേവിഡ് ഒരു നിമിഷം നിന്നു. പിന്നെ തോളിന് മുകളിലൂടെ തല തിരിച്ച് ദേവസിയെ നോക്കി. ഉപദേശത്തിന് നന്ദി, പക്ഷേ മേലിൽ ഇങ്ങനെ ഉപദേശിക്കാൻ വരല്ലേ ദേവസി. താൻ എൻ്റെ സബോർഡിനേറ്റ് ആണെന്ന് പോലും ഞാനങ്ങ് മറന്നുപോകും. ഡേവിഡ് ബെലോറയിൽ കയറി. ശക്തിയിൽ ഡോർ അടഞ്ഞു. അടുത്ത നിമിഷം പോക്കറ്റിൽ കിടന്ന സെൽഫോൺ വിറച്ചു. ദേഷ്യത്തോടെയാണ് അയാൾ അതെടുത്തത്. അപ്പുറത്ത് DYSP രാജൻ പണിക്കരാണെന്ന് കണ്ടപ്പോൾ മുഖം ഒന്നയഞ്ഞു. സർ. അയാൾ ഫോൺ കാതോട് ചേർത്തു. ഇന്നും താൻ പരാജയപ്പെട്ടു അല്ലേ? രാജൻ പണിക്കർ ചോദിച്ചപ്പോൾ ഡേവിഡ് വിളറിപ്പോയി. എങ്കിലും സംയമനം പാലിച്ച് സംസാരിച്ചു. പരാജയപ്പെട്ട് മടങ്ങിയതല്ല സർ, പരാജയപ്പെടുത്താൻ വേണ്ടി മടങ്ങിയതാണ്. ഞാനിപ്പോ വീണ്ടും അവന്റെ അടുത്തേക്ക് പോകുക. അരമണിക്കൂറിനകം ഈ സ്റ്റേഷനിലെ ലോക്കപ്പ് റൂമിൽ ഉണ്ടാകും അവൻ, എന്റെ ഷൂസിനടിയിൽ. അപ്പോൾ ഒരു കാറ്റ് വീശി. സ്റ്റേഷൻ മുറ്റത്ത് നിന്നിരുന്ന വാളൻ പുളിമരത്തിന്റെ ചില്ലകൾ ഉലഞ്ഞു. പുളിയിലകൾ ബൊലേറയ്ക്ക് മീതെ ചിതറി വീണു. എന്തായാലും താനിപ്പോ അങ്ങോട്ട് പോകണ്ട.
രാജൻ പണിക്കരുടെ ശബ്ദം കാതിൽ വന്നു വീണു. സർ, തനിക്ക് നല്ലൊരവസരം കിട്ടിയ പോരെ? അതുണ്ടാകും. ഇപ്പോ നേരെ താൻ ലെനിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് വാ. അകത്തെ മുറിയിൽ ഞാനുണ്ടാവും. മറുപടിക്ക് കാക്കാതെ രാജൻ പണിക്കർ കോൾ കട്ട് ചെയ്തു. ഒരു നിമിഷം ചിന്തിച്ചിരുന്നിട്ട് ഡേവിഡ് ബൊലേറോ സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്ത് തിരിച്ചു. മറയൂർ ടൗണിലെ ലെനിന്റെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ ബൊലേറോ നിന്നു. ലെനിന്റെ സുമോ വാനും തൊട്ടരികിൽ ഒരു സ്കോഡ കാറും കിടപ്പുണ്ടായിരുന്നു. ചുറ്റും നോക്കിക്കൊണ്ട് ഡേവിഡ് ഇറങ്ങി. സൂപ്പർ മാർക്കറ്റിൽ തിരക്ക് കുറവായിരുന്നു. വാച്ചർ ഭവ്യതയോടെ ഗ്ലാസ് ഡോർ തുറന്നു കൊടുത്തു. ലെനിന്റെ പ്രൈവറ്റ് റൂം എവിടെയാ? അയാൾ വാച്ചറെ നോക്കി. നേരെ പോയാൽ മതി സർ. വാച്ചർ കൈ ചൂണ്ടി. അപ്പോഴേക്കും ബ്രൗൺ നിറത്തിലുള്ള യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടി എത്തി. സർ, വരണം സർ. കാണാൻ ചന്തമുള്ള ഒരു പെണ്ണ്. ഡേവിഡ് അവളെ അടിമുടി ഒന്ന് നോക്കി. അവൾ വഴി കാണിച്ച് മുന്നിൽ നടന്നു. അവളുടെ പിൻചലനങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഡേവിഡും. അടഞ്ഞുകിടന്നിരുന്ന ഒരു വാതിൽ അവൾ തള്ളി തുറന്നു. സർ, മുതലാളി അകത്തുണ്ട്. ഡേവിഡ് ഒന്ന് മൂളി. പിന്നെ അകത്തു കടന്നു. പെൺകുട്ടി തന്നെ വാതിലടയ്ക്കുകയും ചെയ്തു. ശീതീകരിച്ച മുറി, ഹാൾ പോലെ വലിപ്പമുള്ളത്, വില കൂടിയ സെറ്റുകളും അതിനപ്പുറത്ത് ഡൈനിങ് റൂം പോലെയുള്ള ഭാഗവും. ലെനിനും രാജൻ പണിക്കർക്കും പുറമെ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അയാളെ ഡേവിഡിന് അറിയില്ല. വരണം സർ. ചിരിയോടെ ലെനിൻ അയാളെ സ്വാഗതം ചെയ്ത് സെറ്റിയിലിരുത്തി. പിന്നെ അപരിചിതനെ പരിചയപ്പെടുത്തി. ഇത് അലക്സ് തോമസ്, പത്തനംതിട്ടക്കാരനാ. ഇവിടെ കാന്തല്ലൂരിൽ കുറെ ഭൂമി വാങ്ങിയിട്ടുണ്ട്, ഗ്രാൻഡിസ് മരങ്ങൾ നടാൻ. പക്ഷേ ആ ശിവജിയും മറ്റും സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഡേവിഡിന് ആളെ പിടികിട്ടി. ഹലോ. അയാൾ മുന്നോട്ടാഞ്ഞ് കൈവീശി. അലക്സ് തോമസ് ആ കരം കവർന്നു. സാറിന് കഴിക്കാനെന്താ? ലെനിൻ ഫോൺ എടുത്തു. ഇപ്പോഴൊന്നും വേണ്ട. ശിവജിയെ പൊക്കുകയാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. അത് തന്നെ ഞങ്ങളുടെയും. അക്കാര്യത്തിൽ ഞാനുമുണ്ട് സാറിൻ്റെ കൂടെ, അലക്സ് തോമസ് പറഞ്ഞു. അത് പണമായിട്ടായാലും ആൾബലം കൊണ്ടായാലും. ഡേവിഡ് കൈ ഉയർത്തി. അതൊക്കെ പിന്നീട് സംസാരിക്കാം തോമസ്. അയാൾ രാജൻ പണിക്കരുടെ നേരെ തിരിഞ്ഞു. സാർ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? രാജൻ പണിക്കർ ഡേവിഡിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. തന്റെ മുഖത്ത് ചതവ് ആരുടെ സമ്മാനമാടാ? ശിവജിയുടെയോ അതോ ആന്റണിയുടെയോ? ഡേവിഡിന്റെ മുഖം താണു. ലീവ് ഇറ്റ്. ഞാനിപ്പോ വിളിച്ച കാര്യം പറയാം. ഇന്നലെ താൻ പറഞ്ഞല്ലോ ശിവജിയെ കുറുക്കാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന്. ഇങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടാതെ താൻ അതങ്ങ് നടത്തടൂ. ഡേവിഡ് പിടഞ്ഞുണർന്നു. ആക്രമിക്കുമെന്ന് ഉറപ്പുള്ള കാട്ടുമൃഗത്തെ കെണിവെച്ച് പിടിക്കുന്ന ഒരു രീതിയാ അത്. ഇന്ന് തന്നെ ഞാനത് നടത്തിയിരിക്കും. പിന്നെ ശിവജി വെളിച്ചം കാണില്ല. അഥവാ അവൻ പുറത്തു വന്നാൽ തന്നെ 3 മാസത്തിനുള്ളിൽ ചോര തുപ്പി മരിക്കും. സാറ് പദ്ധതി ഒന്ന് വിശദീകരിച്ചേ, ഞങ്ങളും കൂടി കേൾക്കട്ടെ. ലെനിന് ആകാംക്ഷയായി. എല്ലാം കൃത്യമായിരിക്കണം. പദ്ധതിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയുമാകാമല്ലോ. പറയാം. ഡേവിഡ് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ടാഞ്ഞിരുന്നു. പിന്നെ പദ്ധതി വിശദീകരിച്ചു. മുന്നിലിരുന്നവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഓളം വെട്ടുന്നത് അയാൾ കണ്ടു. പദ്ധതി ഏൽക്കും എന്ന് തന്നെ ഡേവിഡിന് ഉറപ്പായി. അയാൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. കാര്യം ഇത്തരത്തിലായാൽ തോമസിന് എത്ര നേട്ടം വേണമെങ്കിലും ഉണ്ടാക്കാം. ലെനിൻ മുതലാളിക്ക് ശിവജി ഒരിക്കലും എതിരാളി ആകുകയുമില്ല. പിന്നെ ഇതിനായി ചില ഉദ്യോഗസ്ഥന്മാരുടെ സഹായം വേണം, കുറച്ച് ആളുകളുടെയും. അതൊക്കെ മുതലാളി നോക്കിക്കോണം. എന്ത് സഹായത്തിനും ഞാനുണ്ട് ഡേവിഡ് സാറേ. ധൈര്യമായിട്ട് നീങ്ങിക്കോ. ലെനിൻ ആവേശത്തിലായി. അങ്ങനെ ഒരു ഉടമ്പടി അവിടെ വെച്ചുണ്ടായി. രാത്രി 11 മണി. ശിവജി, എടാ ശിവജി. ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് ആളെ മനസ്സിലായി. മജീദ്. ശിവജി ഉറങ്ങിയിരുന്നില്ല. വിളക്ക് കത്തിച്ചിട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു. വെളിച്ചം ശിവജിയുടെ മുഖത്തേക്ക് പാളി വീണു. എന്താ മജീദ് രാത്രിയിൽ? റോഡിൽ കിടക്കുന്ന ക്വാളീസിലേക്ക് കൂടി നോക്കിയിട്ടായിരുന്നു ശിവജിയുടെ ചോദ്യം. ഒരത്യാവശ്യ കാര്യമുണ്ട്, പറയാം. നീ വേഗം വാ. അപ്പോഴേക്കും മീനാക്ഷിയമ്മയും ദുർഗയും എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. അവർ മജീദിനോട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ശിവജി വേഷം മാറി വന്നു കഴിഞ്ഞിരുന്നു. പോകാം. എടാ എങ്ങോട്ടാന്ന് പറഞ്ഞിട്ട്? മീനാക്ഷിയമ്മ പറഞ്ഞു. ഒക്കെ വന്നിട്ട്. ആദ്യം ഇറങ്ങിയത് ശിവജിയാണ്. ക്വാളിസിൽ രത്നരാജും ബിജുവും വേറെ ചിലരും ഉണ്ടായിരുന്നു. മുൻ സീറ്റിൽ ശിവജി കയറി. മജീദ് ക്വാളിസ് സ്റ്റാർട്ട് ചെയ്തു.
ഇടിമിന്നൽ പോലെ അത് റോഡിലൂടെ താഴ്വാരത്തിലേക്ക് പാഞ്ഞു. അപ്പോഴും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശിവജി അറിഞ്ഞിരുന്നില്ല. ക്വാളിസ് കോവിൽക്കടവ് പാലം കഴിഞ്ഞപ്പോഴേക്കും ശിവജി അസ്വസ്ഥനായി. ആക്സിലേറ്ററിൽ കാൽ ആഞ്ഞമർത്തിക്കൊണ്ട് ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന നബി മജീദിനെ അവൻ നോക്കി. എടാ മജീദേ, ഇനിയെങ്കിലും നീ ഒന്ന് പറ, നമ്മൾ എങ്ങോട്ടാടാ പോകുന്നത്? ഇടയ്ക്കിടെ റോഡിൽ തങ്ങി നിൽക്കുന്ന മൂടൽ മഞ്ഞിനെ തുളച്ചുകൊണ്ട് ക്വാളിസ് അപ്പുറം കടക്കുന്നതിനിടയിൽ ശിവജിയുടെ ചുണ്ടനങ്ങി. ഒരു ഉഗ്രം കോള് വന്നിട്ടുണ്ട്. ലെനിനും പോലീസുകാരും ഫോറസ്റ്റുകാരും അറിഞ്ഞുകൊണ്ട് ഇന്ന് ചില ചന്ദനമരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ ആളുകളിൽ നിന്നും കിട്ടിയ രഹസ്യ വിവരമാണ്. കയ്യോടെ അവരെ പിടികൂടി പദ്ധതി പൊളിക്കണം. ശിവജി പിടഞ്ഞുണർന്നു. ജയിലിൽ പോകുന്നതിന് മുമ്പ് ഇത് തങ്ങളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ആ കൂട്ടത്തിലും ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയാണ് സംഭവം നടക്കുക? അവൻ ആവേശത്തിലായി. മറയൂർ ഗ്രാമം ആദിവാസി കോളനിക്ക് അടുത്താണ്. അവൻ സ്ഥലം വിശദമായി പറഞ്ഞുകൊടുത്തു. ക്വാളിസ് മണ്ണാരപ്പെട്ടിയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു. ടൗൺ ശാന്തമായിരുന്നു. നേച്ചർ പാർക്ക് കഴിഞ്ഞപ്പോൾ ഇടത്തേക്കുള്ള റോഡിനരികിൽ മജീദ് ക്വാളിസ് നിർത്തി. നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ വണ്ടി മാറ്റിയിട്ടിട്ട് വരാം. ശിവജിയും മറ്റുള്ളവരും ഇറങ്ങി. നമ്മൾ ഒന്നിച്ചു പോകണ്ട, ആദ്യം ഞാൻ പോകാം. ശിവജി രത്നരാജിനോടും ബിജുവിനോടും പറഞ്ഞു. എന്തെങ്കിലും അപകടം തോന്നിയാൽ ഞാൻ സിഗ്നൽ തരാം. അവൻ പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് എടുത്തു. പിന്നെ റോഡിൽ വനം വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഗേറ്റിനു മീതെ അപ്പുറം കടന്ന് നടന്നുപോയി. മജീദ് ഗ്രാമത്തിലെ പാറപ്പുറത്തേക്ക് കയറ്റി ക്വാളിസ് നിർത്തി. ഡോർ തുറന്ന് പുറത്തേക്ക് കാൽ വെച്ചതും മുന്നിൽ ഒരു നിഴൽ പിടിച്ചു. അവൻ ഒന്ന് കിടുങ്ങി. അടുത്ത നിമിഷം 2-3 പേർ കൂടി അവനെ വളഞ്ഞു. ആരാടാ? മജീദ് ഒച്ചയുയർത്തിയപ്പോഴേക്കും നെഞ്ചിൽ ഒരു ലോഹക്കുഴൽ അമർന്നു. ഞാൻ ഡേവിഡ്, ചോര ഡേവിഡ് എന്ന് ആളുകൾ സ്നേഹത്തോടെ വിളിക്കും. പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി, SI ആയിട്ട്. ആ നിമിഷം മജീദിന് അപകടം മണത്തു. അവൻ മുന്നോട്ടാഞ്ഞപ്പോൾ ലോഹക്കുഴൽ ഒന്നുകൂടി നെഞ്ചിൽ മുട്ടി. കഴുകേറി മോനെ, ഡേവിഡ് പല്ലുഞ്ഞെരിച്ചു. അനങ്ങിപ്പോയ നിന്റെ ചങ്കിനുള്ളിലേക്ക് ഒരു ബുള്ളറ്റ് പായിച്ചിട്ട് ഈ വണ്ടിയിൽ തന്നെ ഇരുത്തി അങ്ങ് താഴ്വരയിലേക്ക് തള്ളിവിടും ഞാൻ. മജീദിന് അനങ്ങാനായില്ല. അപ്പോൾ 2 പേർ അവന്റെ കൈകളിൽ ബലമായി പിടിച്ച് പിന്നോട്ട് തിരിക്കുകയും കയറുകൊണ്ട് കെട്ടുകയും ചെയ്തു. മജീദ് കുതറി, പക്ഷേ അവർ വിട്ടില്ല. റിവോൾവർ മാറ്റിയിട്ട് ഡേവിഡ് ശബ്ദമില്ലാതെ ചിരിച്ചു. ചന്ദനം മുറിക്കുന്നത് തടയാൻ വന്നിരിക്കുകയല്ലേ നിന്റെ കൂട്ടുകാരൻ ശിവജി. ഇന്നത്തോടെ അവന്റെ സകല കളികളും ഞാൻ തീർക്കും. അതിനു വേണ്ടി തന്നെയാടാ നിന്റെ കൂട്ടത്തിൽ ഒരുത്തനെ തപ്പിയെടുത്ത് നിനക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നത്. മജീദിന് കാര്യം വ്യക്തമായി. ഡേവിഡ് സാറേ, കളി വല്ലാതങ്ങ് കാര്യമായി പോവുമേ. 1ന് 10 ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു തരും. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോഴേക്കും അവർ അവന്റെ കാലുകളും കൂട്ടിക്കെട്ടിയിരുന്നു. വായിൽ തുണിയും കുത്തിത്തിരുകി. പിന്നെ ക്വാളിസിന്റെ പിന്നിലെ ഡോർ തുറന്ന് അവനെ അതിനുള്ളിലേക്ക് എടുത്തിട്ട് ഡോർ അടച്ചു. നീ അവിടെ കിടന്നോടാ. ശിവജി പോയതിന് പിന്നാലെ നീങ്ങുവാൻ വേണ്ടി മജീദ് എത്തുന്നത് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു രത്നരാജും ബിജുവും അടങ്ങുന്ന സംഘം. പെട്ടെന്ന് കുന്നിറങ്ങി വന്ന ഒരു ജീപ്പ് അവർക്കരികിൽ ബ്രേക്ക് ഇട്ടു. അതിൽ നിന്ന് ചാടിയിറങ്ങിയ ഡേവിഡ് സംഘവും അവർക്ക് ചുറ്റും ഒരു വലയം തീർത്തു. ടോർച്ചിന്റെ വെളിച്ചം ആ സംഘത്തിന്റെ മേൽ പതിഞ്ഞു. എന്താടാ നിനക്കൊക്കെ ഇവിടെ കാര്യം? ഡേവിഡ് ഗർജിച്ചു. അത് പിന്നെ, രത്നരാജൻ പരുങ്ങി. ചന്ദനം മുറിക്കാൻ വന്നതല്ലേ നീയൊക്കെ? അയ്യോ അല്ല സാറേ. എങ്കിൽ കേരള ജീപ്പിൽ. ഞങ്ങൾ ഒരാളെ കാത്തു നിൽക്കുക. മജീദിനെ അല്ലേ? അവനിപ്പോ വണ്ടിയുമായി വീട്ടിലേക്ക് പായുകയാവും. രത്നരാജനും ബിജുവും എന്തു വേണമെന്ന് പിടികിട്ടിയില്ല. എടാ ജീപ്പിൽ കയറാൻ. പോലീസുകാർ അവനെ തള്ളി ജീപ്പിൽ കയറ്റി. ജീപ്പ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. ഇടയ്ക്ക് ഡേവിഡ് പിന്നോട്ട് തിരിഞ്ഞു നോക്കി. തൽക്കാലം നിന്റെയൊന്നും പേര് ഞാൻ കേസെടുക്കുന്നില്ല. പക്ഷേ മര്യാദയ്ക്കല്ലെങ്കിൽ ഇവിടെ തെളിയാതെ കിടക്കുന്ന പല കേസുകളിലും നീയൊക്കെ പ്രതിയായിരിക്കും. രത്നരാജ് ഇതിനിടെ സെൽഫോൺ എടുത്ത് മജീദിന്റെ നമ്പറിൽ കുത്തി. ഫോൺ ബെല്ലടിച്ചു നിന്നതല്ലാതെ ആരും എടുത്തില്ല. അതോടെ അവന്റെ ധൈര്യം പതുക്കെ ചോർന്നു തുടങ്ങി. മെറ്റൽ പാകിയ റോഡിലൂടെ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞിരുന്നു ശിവജി. മജീദും സംഘവും പിന്നാലെ കാണുമെന്ന് അവൻ കരുതി. സാധാരണ ഇത്തരം പദ്ധതികൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് അപകടത്തിൽ പെടാതിരിക്കാൻ പല സംഘങ്ങളായും ഒറ്റയ്ക്കുമൊക്കെയായിരുന്നു അവർ പോയിരുന്നത്. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും അവസരത്തിനൊത്ത് ഒന്നിച്ച് ആക്രമണം നടത്താനും അതുകൊണ്ട് കഴിയുമായിരുന്നു. മഞ്ഞിന് കട്ടി കൂടി തുടങ്ങിയിരുന്നു.
ആകാശം കാണാൻ കഴിയാത്തതുപോലെ ശിഖരങ്ങൾ വിടർത്തി നിൽക്കുന്ന ചന്ദനമരങ്ങൾ. ചന്ദനത്തിന്റെ ഗന്ധം അവിടെ പരക്കുന്നത് പോലെ അവന് തോന്നി. ശിവജി മൂക്ക് വിടർത്തിക്കൊണ്ട് ചുറ്റും നോക്കി. അവിടുത്തെ എവിടെയോ ചന്ദനമരം മുറിക്കുന്നുണ്ടെന്ന് വ്യക്തം. അല്പം കൂടി നടന്നു കഴിഞ്ഞപ്പോൾ അവൻ കണ്ടു. കുറച്ചകലെ വനത്തിനുള്ളിൽ റാന്തൽ വിളക്കിന്റെ നേർത്ത വെട്ടം. ശബ്ദം കേൾപ്പിക്കാതെ അവൻ റോഡിന്റെ തിട്ടയിലേക്ക് കയറി. കുറ്റിക്കാടുകളെ വകഞ്ഞു മാറ്റി ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നീങ്ങി. കാൽക്കീഴിൽ മഞ്ഞിൽ പുതിഞ്ഞ കരിയിലകളായതിനാൽ അധികം ശബ്ദം കേട്ടില്ല. അവൻ വെളിച്ചം കണ്ടതിന് 50 മീറ്ററോളം അടുത്തെത്തി. ഒരു മരത്തിന് മറിഞ്ഞു നിന്നുകൊണ്ട് വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നോക്കി. ഏതാനും നിഴലുകൾ ചലിക്കുന്നു. ഒപ്പം മരം മുറിക്കുന്ന വാളിന്റെ നേർത്ത ശബ്ദം. വാളിൽ എണ്ണയോ മെഴുകോ പുരട്ടിയിട്ടുണ്ടാകുമെന്ന് ശിവജിക്ക് തോന്നി. ശിവജി ഇടുപ്പിൽ നിന്നൊരു ചങ്ങലെടുത്ത് വലതു കൈപ്പത്തിയിൽ ചുറ്റിപ്പിടിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കി. തനിക്ക് പിന്നിൽ കുറച്ചകലെ കുറ്റിക്കാടുകൾ അനങ്ങുന്നത് കണ്ടു. മജീദും സംഘവുമായിരിക്കും. അല്പം കൂടി മുന്നോട്ട് നീങ്ങിയ ശിവജി വനം കൊള്ളക്കാർക്ക് നേരെ കുതിക്കാനാഞ്ഞു. അടുത്ത നിമിഷം അവരിൽ ഒരാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. പട്ടി കുരയ്ക്കുന്നത് പോലെ ഒരു ശബ്ദം. ഓടിക്കോടാ വിളിച്ചു പറഞ്ഞുകൊണ്ട് വനം കൊള്ളക്കാർ ചിതറിയോടി. നിൽക്കണ അവിടെ അലറിക്കൊണ്ട് കുറ്റിക്കാടുകളെ വകഞ്ഞു മാറ്റി ശിവജി കുതിച്ചു ചാടി. അവൻ മുറിച്ചുകൊണ്ടിരുന്ന ചന്ദനമരത്തിനടുത്ത് എത്തും മുമ്പ് കൊള്ളക്കാർ ഇരുളിൽ മറിഞ്ഞിരുന്നു. ശിവജി മരത്തിന് ചുവട്ടിലേക്ക് ടോർച്ച് മിന്നിച്ചു. മരത്തിന്റെ ചുവടുഭാഗം പകുതിയോളം അറുത്തുമാറ്റിയിരിക്കുന്നു. അറുക്കാൻ ഉപയോഗിച്ച വാൾ മരത്തിന്റെ കടക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് ചുറ്റുപാടു നിന്നും ടോർച്ചുകളുടെ വെളിച്ചം പാഞ്ഞെത്തി. ശിവജി ആ വെളിച്ചത്തിനുള്ളിലായി. അവന്റെ കണ്ണഞ്ചിപ്പോയി. കണ്ണിനു മീതെ കൈ ചരിച്ചു വെച്ചുകൊണ്ട് ശിവജി നോക്കി. പിന്നെ വിളിച്ചു പറഞ്ഞു, മജീദേ, വേഗം വാ. പറന്നു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ ശിവജിക്ക് പിന്നിലെത്തി. ആ ക്ഷണം തന്നെ പിൻകഴുത്തിൽ ശക്തമായ ഒരടിയും കിട്ടി. ബാലൻസ് തെറ്റിയ ശിവജി പകുതി മുറിച്ചു വെച്ച മരത്തിന് ചുവട്ടിലേക്ക് കമിഴ്ന്നു വീണു. ടോർച്ച് കയ്യിൽ നിന്നും പിടിവിട്ടുപോയി. പക്ഷേ ഒരു പോരുകാളയെ പോലെ ശിവജി പിടഞ്ഞെഴുന്നേറ്റു. വലതുകൈയിൽ ചുറ്റിപ്പിടിച്ചിരുന്ന ചങ്ങലയുടെ ഒരറ്റം അഴിഞ്ഞു തൂങ്ങി പാമ്പിനെ പോലെ പുളഞ്ഞു. തന്റെ പിൻകഴുത്തിൽ അടിച്ചവനെ ലക്ഷ്യം വെച്ച് അതാഞ്ഞു വീശി. മുന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടോർച്ച് അണയാതെ തന്നെ കരിയിലുകൾക്ക് മുകളിലേക്ക് വീണുരുണ്ടു. അതിന്റെ വെളിച്ചം ചില ബാലകളിലേതുപോലെ വട്ടം കറങ്ങി ചന്ദനക്കാട്ടിലൂടെ നീണ്ടുപോയി. മത്സ്യം ചൂണ്ട വിഴുങ്ങുമ്പോൾ ചൂണ്ടക്കയർ മുറുകുന്നത് പോലെ ചങ്ങല പിടിച്ചിരുന്ന ശിവജിക്ക് മുറുക്കം അനുഭവപ്പെട്ടു. അവൻ ശക്തിയിൽ കൈവലിച്ചു. ചങ്ങലയിൽ കഴുത്തു കുരുങ്ങിയ ഒരു മനുഷ്യൻ തലകുത്തി മറിഞ്ഞ് അവന്റെ കാൽക്കിലേക്ക് വീണു. ശിവജി അവന്റെ നെഞ്ചിൽ കാലമർത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ടെയ്നർ സാബു. അപ്പോൾ കളി ഇങ്ങനെയായിരുന്നു അല്ലേ കണ്ടെയ്നറെ? ശിവജി ചിരിച്ചു. അപ്പോൾ ടോർച്ചിന്റെ വെളിച്ചത്തിലേക്ക് മറ്റൊരാൾ വന്നു. ഒരു കാക്കിധാരി, ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസിഡറേറ്റർ സുരേഷ് കുമാർ. ഒത്ത ഉയരവും വണ്ണവുമുള്ള മധ്യവയസ്കൻ. ശിവജി, അയാൾ വിളിച്ചു. എതിർക്കാൻ ശ്രമിക്കരുത്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ശിവജിയുടെ പുരുകൻ ചുളിഞ്ഞു. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്തിനാ സാറേ? സുരേഷ് കുമാർ ഒന്ന് ചിരിച്ചു. ചന്ദനമരം മുറിച്ചവനെ പിടിക്കാതെ പിന്നെ വെറും കൈയോടെ ഞങ്ങൾ മടങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അയാളുടെ ഭാവം മാറുകയാണ്. ശബ്ദം കനത്തു തുടങ്ങി. ഫോറസ്റ്റ് ഗാർഡുകളും പോലീസും അടങ്ങുന്ന 10 പേരോളം വരുന്ന ഒരു സംഘം അവനെ വളഞ്ഞു കഴിഞ്ഞു. വെറും കൈയോടെ നിങ്ങൾ മടങ്ങരുതെന്ന് തന്നെയാ സാറേ എന്റെയും ആഗ്രഹം. അവരെ പിടിക്കുക തന്നെ വേണം. തൽക്കാലം ഒരാളെ കിട്ടിയാലും മതിയല്ലോ. അവന്റെ നാവിൽ നിന്ന് തന്നെ കൂട്ടാളികളുടെ പേര് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. പിന്നിൽ ഒരു ശബ്ദം കേട്ട് ശിവജി തിരിഞ്ഞു. റേഞ്ചർ ബെഞ്ചമിൻ. അടുത്ത നിമിഷം അയാൾ ശിവജിയുടെ തോളിൽ കൈവച്ചു. നീ എന്നു മുതലാടാ ഈ പരിപാടി തുടങ്ങിയത്? ഏത് പരിപാടി? ശിവജിയുടെ പുരുകങ്ങൾ ഒന്നിടുങ്ങി. ഈ ചന്ദനമോഷണം. മോഷണമോ? ഞാനോ? അമ്പരന്ന് പോയി അവൻ. അത് ശ്രദ്ധിക്കാതെ ഫോറസ്റ്റ് കൺസിഡറേറ്ററുടെ ശബ്ദമുയർന്നു. ജയിലിൽ വെച്ചായിരിക്കും കൂട്ടാളികളെ നീ പരിചയപ്പെടുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും പ്രകൃതി സ്നേഹം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന നീ തന്നെ. അയാൾ അവന്റെ മുഖത്തിനു നേരെ കൈ ചൂണ്ടി. പക്ഷേ ഞാനൊക്കെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായി കഴിയുന്നിടത്തോളം കാലം ഈ കാട് മുടിക്കാൻ സമ്മതിക്കത്തില്ലടാ. ശിവജിക്ക് പെരുത്തു കയറി. കള്ളനെ കിട്ടാഞ്ഞിട്ട് തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുകയാണിവർ. ദേ സാറേ. അവൻ തന്റെ തോളിരുന്ന ബെഞ്ചമിന്റെ കൈ തട്ടിക്കളഞ്ഞു. ഒരുമാതിരി തോന്നിയാസം പറയരുത്. എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചന്ദനം മുറിക്കാൻ നോക്കിയിട്ട്
അത് ഞാൻ കണ്ടെന്നറിഞ്ഞപ്പോ എന്റെ മണ്ടയിലേക്ക് വെക്കാൻ ശ്രമിക്കല്ലേ, നടക്കത്തില്ല. അവന്റെ കയ്യിൽ ചങ്ങല പമ്പരം പോലെ കറങ്ങി. പാമ്പ് ചീറ്റുന്നത് പോലെ ഒരു സീൽക്കാര ശബ്ദമുയർന്നു. ചന്ദനമുരം മുറിക്കാനല്ലെങ്കിൽ പിന്നെ ഈ നേരത്ത് നീ ഇവിടെ വന്നത് എന്തിനാടാ? ചോദ്യം ബെഞ്ചമിന്റെ വകയായിരുന്നു. ചന്ദനം കള്ളക്കടത്തുകാരെ കുടുക്കാൻ, ഒട്ടും കൂസാതെ അവൻ പറഞ്ഞു. അതിന് നിനക്ക് ഫോറസ്റ്റ് ഓഫീസിലാണോ ജോലി? അല്ലെങ്കിൽ നീ വനം സംരക്ഷണ സേനയിലെ അംഗമാണോ? നീ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോടാ? ആ ചോദ്യത്തിന് മുന്നിൽ ശിവജി ചെറുതായൊന്ന് പരിങ്ങി. ഇന്ന് ഇന്നലെയുമല്ല സാറേ ഞാൻ വനം കൊള്ളക്കാരെ പിടിക്കാൻ ഇറങ്ങുന്നത്, വീറോടെ അവൻ പറഞ്ഞു നോക്കി. അത് പണ്ട്. അന്ന് നിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു, നിനക്കൊരു പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നീ ഒരു കൊലപാതക കേസിൽ 10 വർഷം ജയിലിൽ കഴിഞ്ഞവനാണ്. ജീവിക്കണമെങ്കിൽ കൂലിവേലയ്ക്ക് പോകേണ്ടവൻ. അങ്ങനെയുള്ള നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ മണ്ടന്മാരല്ല. ASC സുരേഷ് കുമാർ ഒരടി മുന്നോട്ട് നീങ്ങി. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ കീഴടങ്ങി കുറ്റം സമ്മതിച്ചോടാ. തെളിവുകളെല്ലാം തനിക്കെതിരാണ്. താൻ അകപ്പെട്ടിരിക്കുന്ന അപകടാവസ്ഥ ശിവജിക്ക് ശരിക്കും ബോധ്യപ്പെടുകയായിരുന്നു. ബാക്കി പറഞ്ഞത് ബെഞ്ചമിൻ. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ തെളിവുകളാണ് പ്രധാനം. അതിവിടെ ഉണ്ട് താനും. പകുതി മുറിച്ച ചന്ദനമരം, ആയുധങ്ങൾ എല്ലാം. ഒറ്റ സാക്ഷിയെ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിനക്കും അറിയാം. അതുകൊണ്ട് മോനെ ശിവജി, പോലീസ് കേസെടുക്കുമ്പോൾ ഊരിപ്പോകുന്നത് പോലെ വനം വകുപ്പിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടാ. ശിവജി മിണ്ടിയില്ല. ചുറ്റും നിൽക്കുന്നവർക്കിടയിലൂടെ മജീദും സംഘവും വരുന്നുണ്ടോ എന്ന് അവൻ നോക്കി. ഒരിടത്തും ഒരനക്കവും കണ്ടില്ല. ഇവിടെ പിടികൊടുത്താൽ താൻ കുരുങ്ങും, അത് പാടില്ല. ഞൊടിയിടയിൽ ശിവജി ചങ്ങലയിൽ പിടിമുറുക്കി വട്ടം കറങ്ങി. ചുറ്റും നിന്നിരുന്നവർ പിന്നോക്കം നീങ്ങിപ്പോയി. അടുത്തു വരരുത് ഒരുത്തനും. അവന്റെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തു ചാടി. മറ്റാർക്കോ വേണ്ടി എന്നെ കൊടുക്കാമെന്ന് ഒരുത്തനും കരുതുകയും വേണ്ട. വാൾമുന പോലെ ചങ്ങല കറങ്ങിക്കൊണ്ടിരുന്നു. വേണ്ട ശിവജി, ബെഞ്ചമിൻ മുന്നറിയിപ്പ് നൽകി. നിന്നെ തല്ലിച്ചതക്കി ഞങ്ങൾ. പിന്നെ വെടിവെച്ച് കൊന്ന കാട്ടുപന്നിയെ കൊണ്ടുപോകുന്നത് പോലെ കമ്പിൽ കെട്ടിത്തൂക്കി കൊണ്ടുപോകും ഫോറസ്റ്റ് ഓഫീസിലേക്ക്. ആ വാക്കുകൾ ശിവജി ചെവിക്കൊണ്ടതേയില്ല. അടുത്ത നിമിഷം ഒരു കമ്പ് നീണ്ടുവന്നു. ചങ്ങല അതിൽ കുരുങ്ങി. അത് വലിച്ചെടുക്കാൻ പോലുമുള്ള നേരം കിട്ടിയില്ല അവന്. പോലീസും ഫയർഫോഴ്സുകാരും ചാടി വീണു. ചുറ്റും നടന്ന അടി തുടങ്ങി. അധിക നേരം ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല അവന്. അവസാനം കരിലുകൾക്കു മീതെ ശിവജി കമിഴ്ന്നു വീണു. അവർ അവന്റെ കൈകൾ ഇരുവശത്തേക്കും വലിച്ചു പിടിച്ചു. പിന്നെ പുറത്തുകൂടി ഒരു കമ്പ് കുറുകെ വെച്ച് കൈത്തണ്ടകൾ അതിൽ ചേർത്ത് കെട്ടിയിട്ട് വലിച്ചുയർത്തി നിർത്തി. തികച്ചും പ്രാകൃതമായ രീതി. ശിവജി ബാലൻസ് കിട്ടാതെ നിന്നാടി. വായിൽ ചോരയുടെ രുചി. കട്ടച്ചോര തുപ്പിക്കൊണ്ട് അപ്പോഴും അവൻ പറഞ്ഞു, ആർക്കൊക്കെയോ വേണ്ടി നിങ്ങൾ എന്നെ ചതുക്കിയാണ്. നിങ്ങളിൽ ഒറ്റയാളിന്റെ പോലും മുഖം ഞാൻ മറക്കത്തില്ല സാറേ. എന്നെ നിങ്ങൾ ജീവനോടെ വിട്ടാൽ തിരിച്ചടിച്ചിരിക്കും ഞാൻ. ഓർത്തോ? ഓർത്തോളാമടാ. ബെഞ്ചമിൻ പുച്ഛഭാവത്തിൽ ചിരിച്ചു. നിന്നെ ജീവനോട് വിടണോ എന്നൊക്കെ പിന്നീട് ഞങ്ങൾ തീരുമാനിക്കും. നിന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ച് പോലും ഞങ്ങൾ അടുത്ത ആഴ്ചയെ ചിന്തിക്കൂ. അതുവരെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിനക്ക് സുഖചികിത്സ. തിരുമ്മലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് നടക്ക്. അയാൾ അവനെ മുന്നോട്ട് തള്ളി. ഗാർഡുകൾ ചന്ദനമരം മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും മറ്റും എടുത്തു. കുറ്റികാടുകൾക്കിടയിലൂടെ കൈകൾ വിരിച്ചു കെട്ടിയ നിലയിൽ മുന്നോട്ട് നീങ്ങുവാൻ ശിവജിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴൊക്കെ പിന്നിൽ നിന്ന് അടി വീണു. ശിവജി കടപ്പല്ലുകൾ കടിച്ചമർത്തി അതൊക്കെ സഹിച്ചു. അവസാനം റോഡിലെത്തി. ഫോറസ്റ്റുകാരുടെ ജീപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. സുരേഷ് കുമാറും ബെഞ്ചമിനും അതിൽ കയറി. അവനെ നിങ്ങളെ സ്വീകരിച്ച് ആണയിച്ച് നടത്തിക്കൊണ്ടുപോരെ, ബെഞ്ചമിൻ മറ്റുള്ളവരോട് പറഞ്ഞു. പിന്നെ അയാൾ ജീപ്പ് മുന്നോട്ടെടുത്തു. അങ്ങോട്ട് നടക്കടാ കഴിവുകളുടെ മോനെ, ഗാർഡുമാരിൽ ഒരാൾ പറഞ്ഞു. അപ്പോൾ കോളീസിന്റെ പിൻസീറ്റിൽ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ, കെട്ടുകൾ അഴിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു നാബി മജീദ്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് വാനിനുള്ളിലേക്ക് ഒരു വെളിച്ചം ചിതറി വീണു. നാബി മജീദ് വളരെ ബുദ്ധിമുട്ടി മുഖം തിരിച്ചു നോക്കി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവന്റെ കണ്ണഞ്ചിപ്പോയി. അല്ല, മജീദൊക്കെയല്ലേ ഇത്? അമ്പരപ്പ് നിറഞ്ഞ ഒരു ചോദ്യം കേട്ടു. മജീദ് തലയണക്കി. അടുത്ത നിമിഷം ക്വാളിസിന്റെ ഡോർ തുറക്കപ്പെട്ടു. ആരായൊക്കെ ഇത് ചെയ്തത്? ചോദിച്ചുകൊണ്ട് അയാൾ മജീദിന്റെ വായിൽ കുത്തിത്തിരികിയിരുന്ന തുണി വലിച്ചു മാറ്റി. മജീദ് വാതിൽ തുറന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. പിന്നെ പറഞ്ഞു, അതൊക്കെ പറയാം, ആദ്യം എന്നെ ഒന്ന് അഴിച്ചുവിട്. ആ മനുഷ്യൻ വേഗം മജീദിന്റെ കൈകാലുകളിൽ കെട്ടഴിച്ചു വിട്ടു. മജീദ് ക്വാളിസിൽ നിന്നും തിടുക്കത്തിലിറങ്ങി.
നന്ദി സുഹൃത്തെ. പക്ഷേ നിങ്ങൾ ആരെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അയാൾ സ്വന്തം മുഖത്തേക്ക് ടോർച്ച് തെളിച്ച് കാണിച്ചു. ഗ്രാമത്തിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർ തമ്പി. അവനെ കണ്ട് മജീദ് അത്ഭുതം കൂറി. നീ എന്താ തമ്പി ഈ നേരത്ത്? മൂന്നാറിന് ഒരു ഓട്ടം പോയതാ. അവിടെ വെച്ച് വണ്ടി കേടായി. നന്നാക്കിക്കൊണ്ട് മടങ്ങി വരുന്ന വഴിയാ. അവൻ ഓട്ടോയ്ക്ക് നേരെ ടോർച്ച് മിന്നിച്ചു. വെളുത്ത ചെമ്പകത്തിന് ചുവട്ടിൽ കിടക്കുന്ന ഓട്ടോ മജീദ് കണ്ടു. തമ്പി തുടർന്നു. ക്വാളിസ് കണ്ടപ്പോ പരിചയം തോന്നി. ഇക്കയുടേതാണെന്ന് മനസ്സിലായപ്പോ ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി. കാരണം ഈ നേരത്ത് വണ്ടി ഇവിടെ കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഒരുപക്ഷെ ഈശ്വരൻ എന്നെ കൊണ്ട് നോക്കിച്ചതാവും. അത് നേരായിരിക്കുമെന്ന് മജീദിനും തോന്നി. കുന്നിനു മീതെ കൂടി ഒരു തണുത്ത കാറ്റ് വീശി വന്നു. അത് ചെമ്പകമരങ്ങളെ പിടിച്ചു കുലുക്കി. വെളുത്ത പൂക്കൾ ചിതറി വീണു. തമ്പി തിരക്കി. ഇക്കയെ ഇങ്ങനെ പിടിച്ചു കിട്ടിയത് ആരാണെന്ന് പറഞ്ഞില്ല. ചുരുങ്ങിയ വാക്കുകളിൽ മജീദ് സംഭവം പറഞ്ഞു. അപ്പോ ശിവജിയുടെ കാര്യം? തമ്പിക്കും ഉത്കണ്ഠയായി. ഇപ്പോഴറിയാം. അവൻ വേഗം രത്നരാജിന്റെ മൊബൈലിലേക്ക് വിളിച്ചു. അപ്പുറത്ത് ഒറ്റത്തവണ ബെൽ മുഴങ്ങിയപ്പോഴേക്കും ഫോൺ എടുക്കപ്പെട്ടു. ഇക്ക, രത്നരാജിന്റെ പതിഞ്ഞ ശബ്ദം. നിങ്ങളെവിടാ? ശിവജി എന്തിയെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒറ്റ ശ്വാസത്തിലാണ് മജീദ് തിരക്കിയത്. കുഴപ്പമുണ്ട്, ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിലാ. ഏ? ശിരസിൽ ചുറ്റിക കൊണ്ട് ഒരടിയേറ്റതുപോലെ തോന്നി മജീദിന്. നിങ്ങൾ എങ്ങനെ അവിടെ എത്തിയടാ? രത്നരാജ് ശബ്ദം താഴ്ത്തി കാര്യം പറഞ്ഞു. മജീദ് വല്ലാതെ കിടുങ്ങി. അപ്പോൾ SI ചോരഡേഡ്വിന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടു. ആർക്ക് പണ്ടാരം അടക്കാനാടാ കഴിവരുടെ മോനെ പാതിരാത്രിക്ക് ഫോണിൽ കളിക്കുന്നത്? പെട്ടെന്ന് അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്യപ്പെട്ടു. ശിവജിക്ക് അപകടം പറ്റിയെന്ന് തന്നെ മജീദ് ഉറപ്പിച്ചു. എന്നാൽ അത്ര വേഗം ശിവജിയെ കീഴടക്കാൻ അവർക്കാവുമോ എന്നും അവൻ സംശയിച്ചു. എന്താ ഈക്ക? തമ്പി ഉദ്യോഗത്തോടെ തിരക്കി. പറയാം. തമ്പി, നിനക്കിപ്പോ വീട്ടിൽ പോകണമെന്നുണ്ടോ? ഇല്ല. എനിക്ക് കയറിക്കോടാ. മജീദ് ക്വാളിസിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി. മറുഭാഗത്ത് തമ്പിയും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സനീഷിന്റെ നമ്പർ കുത്തിയിട്ട് മജീദ് ഫോൺ കാതിലേക്ക് വെച്ചു. തോളുകൊണ്ട് അമർത്തി പിടിച്ചു. പരന്ന പാറപ്പുറത്ത് ക്വാളിസ് വട്ടം തിരിഞ്ഞു. അതിനിടെ സനീഷിനെ ലൈനിൽ കിട്ടി. എന്തായിക്ക? ഉറക്കച്ചടവുമുള്ള ശബ്ദം. കാര്യം പറയുന്നതിനിടയിൽ മജീദ് ആക്സിലേറ്റർ ഞെരിച്ചു. അത് ഇറക്കമിറങ്ങി മണ്ണാരപ്പെട്ടിയിലേക്ക് പാഞ്ഞു. പോകും വഴി മജീദ് ചന്ദന ഡിപ്പോയിലേക്കും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്കും നോക്കി. ചന്ദന ഡിപ്പോയുടെ കനത്ത മതിൽക്കെട്ടും അകം കാണാൻ കഴിയാത്ത ഗേറ്റും മാത്രം കണ്ടു. ഉള്ളിൽ എന്ത് നടന്നാലും പുറം ലോകം അറിയില്ല. അപ്പോൾ ചന്ദന ഡിപ്പോയുടെ മുറ്റത്ത് ഏതാനും വാഹനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ലെനിന്റെ സുമോ, DYSP രാജൻ പണിക്കരുടെ ജീപ്പ്, അലക്സ് തോമസിന്റെ കറുത്ത BMW കാർ, പിന്നെ ഫോറസ്റ്റുകാരുടെ ചില വാഹനങ്ങളും. പറഞ്ഞു വന്നതിന്റെ ബാക്കിയായി ലെനിൻ സുരേഷ് കുമാറിനോട് നിർദ്ദേശിച്ചു. ഇന്ന് രാത്രി അവൻ ഉറങ്ങാനോ ഇരിക്കാനോ പാടില്ല. അവന്റെ ശരീരത്തിലെ ഓരോ ഇഞ്ച് സ്ഥലവും ഇടിച്ചു ചതയ്ക്കണം. ജീവിതത്തിൽ ഒരിക്കലും അവനിനി പ്രകൃതി സ്നേഹം പറയാനോ മറ്റുള്ളവരുടെ മുന്നിൽ നിവർന്നു നിൽക്കാനോ പാടില്ല. അക്കാര്യമൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്കു ലെനിൻ. പറഞ്ഞത് റേഞ്ചർ ബെഞ്ചമിൻ ആണ്. വനം കൊള്ളയുടെ പേരിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെയൊക്കെ കാര്യം അറിയില്ലേ? 3 മാസത്തിൽ കൂടുതൽ ഒരുത്തനും ജീവിച്ചിരുന്നിട്ടില്ല. ഒരാഴ്ചയെങ്കിലും കൈകാര്യം ചെയ്യാതെ ഞങ്ങൾ ഒരുത്തനെയും കോടതിയിൽ ഹാജരാക്കത്തുമില്ല. അയാൾ അല്പം മുന്നോട്ടാഞ്ഞിരുന്ന് ശബ്ദം താഴ്ത്തി. ശിവജിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തതിന് പുറത്തുനിന്നാരും സാക്ഷികളുമല്ല. പിന്നെ അറിയാമല്ലോ, ഒരു നിരപരാധിയാണ് ഞങ്ങൾ പിടികൂടിയിരിക്കുന്നത്. ലെനിന് കാര്യം മനസ്സിലായി. അതൊക്കെ വേണ്ട വിധത്തിൽ ഞാൻ നിങ്ങളെ കാണും, പോരെ? അത് മതി. ബെഞ്ചമിൻ ചിരിച്ചു. സുരേഷ് കുമാറും. ചന്ദനത്തിന്റെ ഗന്ധം അവിടെയൊക്കെ തങ്ങി നിന്നിരുന്നു. സുരേഷ് കുമാർ ഒരു സിഗരറ്റ് ചുണ്ടുകൾക്കിടയിൽ തിരുകി പിടിപ്പിച്ചു. ആ, നിങ്ങൾക്ക് കാണണ്ടേ അവനെ? വേണം. പറഞ്ഞത് അലക്സ് തോമസ്. എങ്കിൽ വാ. ACF എഴുന്നേറ്റു. മറ്റുള്ളവരും. അവർ ആ മുറി വിട്ടു. അട്ടിയിട്ടിരിക്കുന്ന ചന്ദനത്തടികൾക്കിടയിലൂടെ അവർ നീങ്ങി. കുന്നുകൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ നടപ്പാതയിലൂടെ നടക്കുകയാണ് തങ്ങൾ എന്നവർക്ക് തോന്നി. കുറച്ചപ്പുറത്ത് ഒരു മുറി പോലെ തോന്നും വിധം 4 വശത്തും ചന്ദനമടുക്കിയ ഒരു ഭാഗം. ഒരു വശത്ത് ഒരു ബൾബ് തൂങ്ങിക്കിടപ്പുണ്ട്. അവിടെ 4 ഗാർഡുകൾക്കിടയിൽ ശിവജി ഉണ്ടായിരുന്നു. അണ്ടർവെയർ മാത്രമാണിപ്പോൾ വേഷം. കൈകൾ പിന്നിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് കക്ഷത്തിലൂടെ പിൻഭാഗത്ത് കൂടി ഒരു ചന്ദനമുട്ടി തിരികെ വെച്ചിരിക്കുന്നു. ശരീരത്ത് അടിയേറ്റ് ചതഞ്ഞ പാടുകൾ. പാദപതന ശബ്ദങ്ങൾ കേട്ട് ശിവജി മുഖം തിരിച്ചു നോക്കി. ലെനിനെയും രാജൻ പണിക്കരെയും കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ പകയുടെ തീപ്പൊരികൾ ചിതറി. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. എടാ! അലറിക്കൊണ്ടവൻ മുന്നോട്ടാഞ്ഞപ്പോൾ
പിന്നിൽ നിന്നിരുന്ന ഗാർഡ് പിടിച്ചു നിർത്തി. സുഖമാണോ കൂട്ടുകാരാ? ലെനിൻ രണ്ടടി മുന്നോട്ട് നീങ്ങി നിന്നു. നീ ഒന്നുമല്ലെന്ന് നിനക്കിപ്പോ ബോധ്യമായല്ലോ. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്നൊന്ന് അഴിച്ചുവിടാൻ ഇവരോട് പറയടാ. എന്നിട്ട് നെഞ്ചും വിരിച്ചു നിന്ന് സംസാരിക്ക്. ഞാനൊന്ന് കാണട്ടെ. അവൻ ചീറി. ലെനിൻ വീണ്ടും ചിരിച്ചു. നീ കടുവ കുട്ടി തന്നെ, സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ നിന്നെ കെണിവെച്ച് പിടിച്ചത്. എന്നാലും ഇത്രയും കിട്ടിയിട്ടും നിന്റെ ചങ്കൂറ്റം, അത് ഞാൻ സമ്മതിക്കുന്നു. ലെനിൻ, ശിവജിയുടെ ശബ്ദം കുറുകി. ഇതിനു പകരം 10 100 ഞാൻ തിരിച്ചടിച്ചിരിക്കും. പിന്നെ നീ ഞൊട്ടു. അവൻ പുച്ഛിച്ചു. പിന്നെ തിരിഞ്ഞ് റേഞ്ചറെ നോക്കി. എന്താ ബെഞ്ചമിൻ സാറേ, നിങ്ങളുടെ മുന്നിൽ വെച്ച് പോലും ഇവനിങ്ങനെ അഹങ്കാര വർത്തമാനം പറയുന്നത്? അതൊക്കെ ഇപ്പോൾ തീർന്നോളും. ബെഞ്ചമിൻ മീശയിൽ ഒന്ന് തടവിയിട്ട് ഗാർഡുമാരെ നോക്കി കണ്ണുകൊണ്ട് ഒരു സിഗ്നൽ കൊടുത്തു. ഒരാൾ പിന്നോട്ട് മാറി. കൈത്തണ്ടയുടെ കനമുള്ള 3 അടി നീളമുള്ള ഒരു ചന്ദനത്തിന് കമ്പെടുത്തു. പിന്നെ അതിന്റെ അഗ്രത്തിൽ 1 അടി നീളത്തിൽ 1 ഇഞ്ചോളം കനത്തിൽ തുണി ചുറ്റി. പിന്നെ ഒറ്റ അടിയായിരുന്നു. ശിവജിയുടെ വിരിഞ്ഞ നെഞ്ചിനു കുറുകെ അലറിപ്പോയി അവൻ. തുറന്ന വായിലൂടെ ചോര കട്ടകട്ടയായി നെഞ്ചിലേക്ക് ഒഴുകി വീണു. എന്നിട്ടും ശിവജി മുന്നോട്ട് കുതിച്ചു. കാലുയർത്തി ഒറ്റ ചവിട്ട് ലെനിന്റെ നെഞ്ചിൽ. ലെനിൻ പിന്നോട്ട് തെറിച്ച് ചന്ദന അട്ടിയിൽ ചെന്നിടിച്ച് തറയിലേക്ക് വീണു. ശിവജി വീണ്ടും ലെനിന്റെ നേരെ പാഞ്ഞു. പക്ഷേ അതിനിടയിൽ വടി പിടിച്ചുകൊണ്ട് നിന്നവൻ ശിവജിയുടെ കാൽമുട്ടിനടിയിൽ ആഞ്ഞടിച്ചു. വല്ലാത്തൊരു നിലവിളിയോടെ ശിവജി മുന്നോട്ട് കമിഴ്ന്നു. ഗാർഡുകൾ അവനെ അവിടെയിട്ട് ചവിട്ടി മെതിച്ചു. തറയിൽ നിന്ന് എഴുന്നേറ്റ ലെനിൻ ഗാർഡിന്റെ കയ്യിൽ നിന്ന് കമ്പു വാങ്ങി അവന്റെ പുറത്ത് ആഞ്ഞാഞ്ഞടിച്ചു. കലി തെല്ലെന്നടങ്ങിയപ്പോൾ ലെനിൻ അടി നിർത്തി. ശിവജി ഒരു പഴന്തുണിക്കെട്ടുപോലെ തറയിൽ കിടന്നു. പട്ടിക്കഴുവയുടെ മോനെ! രോഷത്തോടെ ലെനിൻ അവന്റെ നേരെ കൈ ചൂണ്ടി. നീ കാൽ വെച്ചത് ആരുടെ നെഞ്ചിലാണെന്ന് ഓർത്താടാ? പകരം നിന്റെ നെഞ്ചിൽ ഞാൻ വെക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ടിറക്കുന്ന പൂവ് കൊണ്ടൊരു റീത്ത്. പിന്നെ വീട്ടിൽ നിന്റെ അമ്മയും പെങ്ങളും ഉണ്ടല്ലോ. ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പോകും. നിന്റെ പെങ്ങൾ എന്റെ ഈ കൈകളിൽ കിടന്ന് പിടയും. നീ നോക്കിക്കോടാ. ലെനിൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ചന്ദന ഡിപ്പോയുടെ ഗേറ്റ് ഒരു ഗാർഡ് തുറന്നു കൊടുത്തു. സുമയ്ക്കുള്ളിൽ ഇരുമ്പ് കമാലും കണ്ടെയ്നർ സാബുവും കത്രിക പരമവും ഉണ്ടായിരുന്നു. ലെനിൻ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. കണ്ടെയ്നർ സാബു അത് സ്റ്റാർട്ട് ചെയ്തു. സുമോ ഗേറ്റ് കടന്നപ്പോ സാബു തിരക്കി. എങ്ങോട്ടാ മുതലാളി? കാന്തല്ലൂരിന്, ശിവജിയുടെ വീട്ടിലേക്ക്. സാബുവിനും കൂട്ടുകാർക്കും കാര്യം മനസ്സിലായി. അവരുടെ മനസ്സിൽ ഒരു നിമിഷം ദുർഗയുടെ സുന്ദരമായ രൂപം മിന്നി. മൃഗരാജൻ കഴിച്ചതിന്റെ ബാക്കി മാംസത്തുണ്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറുക്കന്മാരുടേതുപോലെ ഒരാർത്തി അവരുടെ ഉള്ളിലും ഉണ്ടായി. പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുകൂടി പോകാതെ സാബു സുമോ ഇടത്തോട്ട് തിരിച്ചു. പെട്രോൾ പമ്പിനടുത്തു നിന്ന് വലത്തേക്ക്. ഒരു പട്ടി റോഡിനു കുറുകെ മറ്റൊന്നിനെ ഓടിച്ചു കൊണ്ടുവന്നു. ആദ്യത്തേത് കടന്നുപോയി. രണ്ടാമത്തേത് സുമോയുടെ ഇടിയേറ്റ് റോഡിന്റെ ഓരത്തേക്ക് തെറിച്ചു വീഴുന്നതും അവിടെ നിന്ന് മോങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് ഓടുന്നതും മറ്റുള്ളവർ കണ്ടു. ഒടുക്കത്തെ ജന്മമാ വെറ്റവളുടേത്. കമാൽ പെറുപെറുത്തു. സുമോ മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തെത്തി. വളവ് തിരിയാൻ ഭാവിച്ചതും റോഡിൽ ആരോ കമിഴ്ന്നു കിടക്കുന്നത് കണ്ടു. സാബു ബ്രേക്ക് പെഡലിൽ ആഞ്ഞു ചവിട്ടി. ടയറുകൾ തറയിൽ ഉരഞ്ഞു കത്തി. വല്ലാത്തൊരു ശബ്ദത്തോടെ സുമോ ഒന്ന് പാളി നിന്നു. ലെനിൻ പുരുകം ചുളിച്ചു. ആരോ തട്ടിക്കളഞ്ഞതാണെന്നാ തോന്നുന്നത്. വലിച്ചു മാറ്റിക്കള. ലെനിൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നിർദ്ദേശിച്ചു. സുമോയുടെ ഇരുഭാഗത്തെയും ഡോറുകൾ തുറക്കപ്പെട്ടു. ഇരുമ്പ് കമാലും കത്രിക പരമവും വേഗം റോഡിലേക്ക് ഇറങ്ങി. കമിഴ്ന്നു കിടക്കുകയായിരുന്നു അയാൾ. പിടിക്ക്. കമാൽ അയാളുടെ ഒരു കാലിൽ പിടിച്ചു. നീല പാൻസും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. കത്രിക പരമോ അടുത്ത കാലിലും പിടിച്ചു. അയാളെ റോഡിന്റെ ഓരത്തേക്ക് വലിച്ചു നീക്കാൻ ആഞ്ഞു. ഇവന്റെ മുഖമൊന്ന് നോക്കട്ടെ കമാലെ? പരമു തിരക്കി. കക്ഷി ആരാണെന്ന് അറിയാമല്ലോ. വലിച്ചു മാറ്റിയിട്ട് നോക്കാം. അവർ അയാളുടെ കാലുകളിൽ പിടിച്ചു വലിക്കവേ പെട്ടെന്ന് ആ മനുഷ്യൻ തറയിൽ കൈകുത്തി തിരിഞ്ഞു. ഒപ്പം ശക്തിയിൽ കാൽ കുടഞ്ഞു. അത് അപ്രതീക്ഷിതമായിരുന്നു. അവരുടെ പിടി അയഞ്ഞു. അടുത്ത നിമിഷം അവരുടെ അടിവയറ്റിൽ ശക്തമായി ചവിട്ടേറ്റു. ഹാ! ഇരുവരും പിന്നോട്ട് വെച്ച് റോഡരികിലെ പാറയിലേക്ക് മറിഞ്ഞു. സാബു! അമ്പരപ്പ് നിറഞ്ഞ ഒരു ശബ്ദം ലെനിന്റെ നാവിൻ തുമ്പിലും കുരുങ്ങി. ഞൊടിയിടയിൽ റോഡിൽ നിന്ന് ആ മനുഷ്യൻ കുതിച്ചുയർന്നു. അയാളുടെ കയ്യിൽ ഒരു ഇരുമ്പുവടി ഉണ്ടായിരുന്നു. സുമോയുടെ വെളിച്ചത്തിൽ ലെനിനും കണ്ടെയ്നർ സാബുവും ആ മുഖം കണ്ടു. പ്രേതത്തെ കണ്ടതുപോലെ അവരുടെ മുഖങ്ങൾ വിളറിപ്പോയി. ട്രാക്ടർ ഡ്രൈവർ ചന്ദ്രൻ, സുനന്ദയുടെ അച്ഛൻ.
സാബു, ഇടിച്ചു വീഴ്ത്തടാ അയാളെ, ലെനിൻ അലറി. സാബുവിന് ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള നേരം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് ഇരുമ്പ് വഴി കറങ്ങി പറന്നു വന്നു. വല്ലാത്തൊരു ശബ്ദത്തോടെ അത് ഗ്ലാസ്സിൽ വന്നിടിച്ചു. പിന്നെ ബോണറ്റിലേക്ക് വീണുരുണ്ട് റോഡിലേക്ക്. അവിടെ നിന്ന് ഉരുണ്ട് വീണ്ടും ചന്ദ്രന്റെ കാൽ കീഴിലേക്ക്. മിന്നൽ പോലെ ചന്ദ്രൻ അത് കുനിഞ്ഞെടുത്തു. സുമോയുടെ ഫ്രണ്ട് ഗ്ലാസ് ചിലന്തി വല പോലെയായിരുന്നു. അതിലൂടെ മുന്നിലെ ദൃശ്യങ്ങൾ നൂറുകണക്കിന് പ്രതിബിംബങ്ങളായി. വീണെടുത്തു നിന്നും ചാടി എഴുന്നേറ്റ ഇരുമ്പ് കമാലും കത്രിക പരുമവും വീണ്ടും ചന്ദ്രന്റെ അടിയേറ്റു വീണു. ചന്ദ്രൻ സുമോയ്ക്ക് നേരെ കുതിച്ചു. ഞാൻ തിരിച്ചു വരില്ലെന്ന് നീ കരുതിയോടാ ലെനിനെ? അയാൾ ലെനിൻ ഇരുന്ന ഭാഗത്തെ ഡോർ ഹാൻഡിലിൽ പിടിച്ച് വലിച്ചു. പക്ഷേ അത് അകത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. സാബു, ഓടിക്കോടാ! ലെനിൻ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തെ ഡോർ തുറന്ന് അയാളെ പുറത്തേക്ക് ചവിട്ടി മറിച്ചു. പിന്നെ ആ വഴി റോഡിലേക്ക് ചാടി. ആ നിമിഷം ലെനിൻ ഇരുന്ന ഭാഗത്തെ ഡോറിന്റെ ഗ്ലാസും ചന്ദ്രൻ അടിച്ച് തകർത്തിരുന്നു. പിന്നെ അകത്തേക്ക് കൈകടത്തി ഡോർ തുറന്നു. അപ്പോഴേക്കും സമീപത്തെ കരിമ്പിൻ തോട്ടത്തിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു ലെനിനും സാബുവും. നിൽക്കടാ അവിടെ! ചന്ദ്രൻ പിന്നാലെ പാഞ്ഞു. പുല്ലുകൾക്കിടയിലൂടെ പാമ്പുകൾ എഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ചലനങ്ങൾ കരിമ്പിൻ തോട്ടത്തിലുണ്ടായി. അരമണിക്കൂറോളം കഴിഞ്ഞ് നിരാശനായി വിയർത്തു കുളിച്ച ചന്ദ്രൻ മാത്രം മടങ്ങിയെത്തി. നേരത്തെ അടിയേറ്റ് വീണവർക്കായി അയാളുടെ കണ്ണുകൾ വട്ടം ചുറ്റി. പക്ഷേ അവരും അവിടെ ഉണ്ടായിരുന്നില്ല. ഛേ! രോഷത്തോടെ ചന്ദ്രൻ സുമോയുടെ ഹെഡ്ലൈറ്റുകളും തല്ലി പൊട്ടിച്ചു. ഇരുളും മഞ്ഞും ഒന്നിച്ചു വന്ന് അയാളെ മൂടി. ഈ നേരത്ത് മണ്ണാരപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവർ സനീഷിന്റെ നേതൃത്വത്തിൽ 4-5 പേർ എത്തിയിരുന്നു. നബീം വജീദും തമ്പിയും അവരോട് സംസാരിച്ചു. ചന്ദന ഡിപ്പോയിൽ ഉണ്ടാവും ശിവജി, എനിക്ക് ഉറപ്പാ, സനീഷ് തീർത്തു പറഞ്ഞു. അത് അവരുടെ ഒരു തടങ്കൽ പാളയമാ. ഈ രാത്രിയിൽ തന്നെ ശിവജിയെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. തമ്പി ഒരു കാലുയർത്തി കോളീസിന്റെ ബമ്പറിലേക്ക് വെച്ചു. പക്ഷേ നബീം വജീദ് സംശയത്തോടെ പറഞ്ഞു, ചന്ദന ഡിപ്പോ ആക്രമിച്ച് ശിവജിയെ രക്ഷപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. അത് പിന്നെ മറ്റു കേസുകളിലേക്കും വഴിതെളിക്കും. അതുകൊണ്ട് മറ്റെന്തെങ്കിലും മാർഗം ചിന്തിക്കണം. അതിനാ നിങ്ങളെ കൂടി വിളിച്ചത്. മറ്റു മാർഗം എന്ന് പറയുമ്പോൾ? സനീഷ് തലചൊറിഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മജീദ് സെൽഫോൺ എടുത്തു. അതിൽ നിന്നും CA ആന്റണിയുടെ നമ്പർ കണ്ടെത്തി കോൾ ചെയ്തു. 3-ാമത്തെ ബെല്ലിന് ആന്റണി അറ്റൻഡ് ചെയ്തു. എന്താ മജീദെ? ശിവജിയെ ഫോറസ്റ്റുകാർ കുടുക്കി സാർ, അവൻ കാര്യം അറിയിച്ചു. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. പിന്നെ ആന്റണിയുടെ കനത്ത ശബ്ദം ഫോണിലൂടെ എത്തി. കൂടുതലൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. തുടർന്ന് ആന്റണി പറഞ്ഞതൊക്കെ മജീദ് മൂളിക്കേട്ട് തലകുലുക്കി. ആന്റണി അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: പോലീസ് കേസ് പോലെയല്ല വനം വകുപ്പിന്റെ കേസ്. സാക്ഷികൾ വേണ്ട, തെളിവുകൾ മാത്രം മതി. അവർ തന്നെ ഒരു ചന്ദനമരം മുറിച്ചിട്ട് ശിവജിയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞ കോടതി അത് മാത്രമേ കേൾക്കൂ. മജീദിന്റെ മുഖം വല്ലാതെ മുറുകി. അതുകൊണ്ട്? ആന്റണി തുടർന്നു. ഇപ്പോ ശിവജിയുടെ രക്ഷയാണ് ആവശ്യം. മനസ്സിലായല്ലോ? ആയി. ആ സുരേഷ് കുമാറും ബെഞ്ചമിനും കണ്ണിൽ ചോരയില്ലാത്ത വർഗങ്ങളാ. കൊള്ളക്കാരെ കൊണ്ട് ചന്ദനം മുറിപ്പിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നവന്മാര്. അധിക നേരം ശിവജി അവർക്ക് വിട്ടുകൊടുക്കരുത്. ശരി സർ. മജീദ് കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ടു. പിന്നെ ഡ്രൈവർമാരോട് പറഞ്ഞു, നമ്മൾ ഒരു കടുങ്കൈ ചെയ്യാൻ പോവുകയാണ്, കയറിക്കോ. അവർ പെട്ടെന്ന് ക്വാളിസിൽ കയറി. മിന്നൽ പോലെ അത് പാഞ്ഞുപോയി. അപ്പോൾ ചന്ദന ഡിപ്പോയ്ക്കുള്ളിൽ. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക സുരേഷേ, ACFനോട് CA രാജൻ പണിക്കർ പറഞ്ഞു. ശരി സാർ. രാജൻ പണിക്കർ തറയിൽ പഴന്തുണിക്കെട്ട് പോലെ കിടന്നു ഞരങ്ങുന്ന ശിവജിയെ ഒരിക്കൽ കൂടി നോക്കി. പിന്നെ അലക്സ് തോമസിനെയും കൂട്ടി ചന്ദനാട്ടികൾക്കിടയിലൂടെ മടങ്ങി. വെള്ളം, വെള്ളം, ശിവജി മന്ത്രിക്കുന്നത് റേഞ്ചർ ബെഞ്ചമിൻ കേട്ടു. അയാളുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി മിന്നി. ബെഞ്ചമിൻ സുരേഷ് കുമാറിനെ നോക്കി. പാവം, വെള്ളം കൊടുത്തേക്കാം അല്ലേ സർ? പിന്നെ അത് വേണം. സുരേഷ് കുമാറും ചിരിച്ചു. ബെഞ്ചമിൻ ഗാർഡിനെ നോക്കി കണ്ണിറുക്കി. ശിവജിക്ക് വയറ് നിറച്ച് വെള്ളം കൊടുക്ക്, ദാഹം തീരുവോളം. ചിരിച്ചുകൊണ്ട് ഗാർഡും എഴുന്നേറ്റു. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി.